Okay, very good, very good. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് നമ്മുടെ പാരന്റിംഗ് പൾസിന്റെ ഡേ 1 വെബിനാർ ആണ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആർ യു ഗൈസ് സെറ്റ് ഫോർ ദ സെഷൻ? ജോയിൻ ചെയ്തിട്ടുള്ളവരൊക്കെ മാക്സിമം ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ യെസ്. സോ നമുക്ക് സെഷൻ ബിഗിൻ ചെയ്യുന്നതിന്റെ മുൻപ് ചെറിയൊരു മെഡിറ്റേഷൻ പ്രോസസ്സിലേക്ക് പോകാം. സോ മെഡിറ്റേഷന് ഫസ്റ്റ് ടൈം കേൾക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മെഡിറ്റേഷൻ എന്താണെന്ന് അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഗ്ലിംസ് തരാം. നമ്മള് ഇപ്പം ഈ ഒരു സെഷനിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ തോട്ട്സിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ കയറിയിട്ടുണ്ടാവും. ലൈക്ക് നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ, ഇന്നത്തെ ഡേയെ കുറിച്ച്, പാസ്റ്റിലുള്ള തോട്ടുകൾ അല്ലെങ്കിൽ ഫ്യൂച്ചറിലുള്ള തോട്ടുകളൊക്കെ ഉണ്ടാകും. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു മൊമെന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, മാറ്റി വെച്ചിട്ട് ഈ ഒരു മൊമെന്റിലേക്ക് കൊണ്ടുവരാണ്. സോ മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് കാര്യങ്ങളുണ്ട്. നമുക്കത് ഫുള്ളായിട്ട് ഈ ഒരു സെഷനിൽ പറയാൻ പറ്റില്ല, പക്ഷെ ഇറ്റ്സ് എ പ്രോസസ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന സമയത്ത് കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബ്രീത്തിൽ ഫോക്കസ് ചെയ്യാം. അതായത് ബ്രീത്ത്, ശ്വാസം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ 24/7 നമ്മൾ ഉറങ്ങുമ്പോൾ പോലും നമ്മൾ ശ്വാസം എടുക്കുന്നുണ്ട് അല്ലെ. ബട്ട് നമ്മൾ കോൺഷ്യസ് ആയിട്ടല്ല ശ്വാസം എടുക്കുന്നത്. അപ്പം കോൺഷ്യസ് ആയിട്ട് കുറച്ച് സമയം ശ്വാസത്തിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഇരിക്കുക. നിങ്ങളുടെ ബോഡി കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണെന്നുള്ളത് ഉറപ്പ് വരുത്തുക കേട്ടോ. അതായത് അധികം ഡിസ്ട്രാക്ഷൻസ്, നോയ്സ് ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് കാമായിട്ട് ബോഡി കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കും. ഓക്കെ. സോ മെഡിറ്റേഷന് റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റെഡി എന്നൊന്ന് ചാറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം കേട്ടോ. ഓക്കെ, റെഡി. ബാക്കിയുള്ളവരോ? ഓക്കെ, റെഡി. ഓക്കെ, നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കാം. ഓക്കെ സൈനബ്, വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കാം. നിങ്ങളുടെ ബോഡി കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണെന്നുള്ളത് ഉറപ്പുവരുത്താം. ഓൾസോ നിങ്ങൾ നിങ്ങളുടെ സറൗണ്ടിങ്സിനെ ഒന്ന് ഒബ്സർവ് ചെയ്യാം, നിരീക്ഷിക്കാം. നിങ്ങളെ ചുറ്റുപാടിൽ എന്താണ് കാണുന്നത്? ഓൾസോ നിങ്ങൾ കേൾക്കുന്ന ശബ്ദത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാം. നിങ്ങൾ എന്തൊക്കെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്? അതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം, നിങ്ങളുടെ വസ്ത്രം നിങ്ങളുടെ ശരീരത്തിൽ ടച്ച് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്യാം. കുറച്ചു സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ശ്വാസത്തിന് ഒന്ന് ഫീൽ ചെയ്യാം. ഫോക്കസ് ഓൺ യുവർ ബ്രെത്ത്. ശ്വാസത്തിലേക്ക് ഫോക്കസ് ചെയ്യാം. ഓൾസോ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഇന്നത്തെ ഡേയിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കാം. ഇന്ന് നടന്നിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ്. വെരി ഗുഡ്. സോ നൗ യു ആർ കംപ്ലീറ്റ്ലി ഇൻ ദിസ് മൊമെന്റ്. ഈ ഒരു മൊമെന്റിലാണ് നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ കൊടുത്തിരിക്കുന്നത്. വെരി ഗുഡ്. നൗ യു ക്യാൻ ക്ലോസ് യുവർ ഐസ്. കണ്ണുകൾ അടച്ച് സ്വസ്ഥമായിരിക്കാം. വെരി ഗുഡ്.
slowly you can take a deep breath in. ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. Hold on and breathe out. Breathe in. Hold on and breathe out. Once again, take a deep breath in. Hold on and breathe out. Once again, take a deep breath in. Hold on and breathe out. പതിയെ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകാം. നിങ്ങളുടെ കാലുകൾ, കൈകൾ, ഷോൾഡേഴ്സ്, ശരീരത്തിന്റെ പുറം ഭാഗം, ഫേസ് മസിൽസ്, ഓരോ ബോഡി പാർട്ടിലേക്കും ശ്രദ്ധ കൊണ്ടുപോകുമ്പോൾ ആ ഭാഗം കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആകുന്നതായി നിങ്ങൾ അറിയുന്നുണ്ട്. Now you are completely relaxed. Very good. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളിലേക്ക് ശ്രദ്ധ കൊടുക്കാം. ഫോക്കസ് ഓൺ ദ തോട്ട്സ്. എന്തെല്ലാം ചിന്തകളാണ് എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്? കുറച്ചു സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിക്കാം. പുറത്തു നിന്ന് ഒരാൾ നോക്കിക്കാണുന്ന രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ചിന്തകളെ നിരീക്ഷിക്കാം. ഫോക്കസ് ഓൺ യുവർ തോട്ട്സ്. വെരി ഗുഡ്. പതിയെ നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളുടെ എണ്ണം കുറഞ്ഞു വരുന്നതായി കാണാം. Now you are completely relaxed. നിങ്ങളുടെ മൈൻഡ് കൂടുതൽ കാം ആകുന്നുണ്ട്. വെരി ഗുഡ്. Now you can think about the blessings you have in your life. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കാം. എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്? ഇന്നത്തെ ഈ ഒരു ദിവസം, ഇന്ന് ഞാൻ കഴിച്ച ഭക്ഷണം, എൻ്റെ ആരോഗ്യം, എന്നിലെ സ്നേഹം, എൻ്റെ ചുറ്റുപാടുമുള്ള മനുഷ്യർ, അവരിൽ നിന്നും എനിക്ക് കിട്ടുന്ന കരുതൽ, എൻ്റെ മക്കൾ, എൻ്റെ സമ്പത്ത്, ഇങ്ങനെ എന്നിലേക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഇന്നത്തെ ദിവസം വന്നെത്തിയിട്ടുണ്ട്. അതിനൊക്കെ നമ്മൾക്ക് താങ്ക് യു പറയാം. റിപ്പീറ്റ് ആഫ്റ്റർ മീ. Thank you to all the blessings I have in my life. എൻ്റെ ജീവിതത്തിലെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. Thank you to all the blessings I have in my life.
എൻ്റെ ജീവിതത്തിലെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. വെരി ഗുഡ്. Now all of your body you can feel the gratitude. ശരീരത്തിൽ മുഴുവനായി നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യാം. ഓരോ കോശങ്ങളിലും തല മുതൽ കാൽ വരെ ഓരോ കോശങ്ങളിലും നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ആദ്യത്തേതിനേക്കാൾ കൂടുതൽ കാമായി റിലാക്സ്ഡ് ആയി ഇരിക്കാൻ സാധിക്കുന്നുണ്ട്. വെരി ഗുഡ്. Now you can slowly come back. Focus on your breath. ശ്വാസത്തിൽ ഫോക്കസ് ചെയ്യാം. Breathe in. Hold on and breathe out. Breathe in. Hold on and breathe out. ദീർഘമായ ഒരു ശ്വാസം എടുത്തുവിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരാം. Slowly open your eyes and come back. കണ്ണുകൾ തുറന്ന് തിരിച്ചു വരാം. സോ യെസ്, തിരിച്ചെത്തിയിട്ടുള്ള ആളുകളൊന്ന് ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. ആർ യു ഗൈസ് ബാക്ക്? ഓൾസോ നിങ്ങൾക്ക് ജസ്റ്റ് കൈകളൊക്കെ ഒന്ന് റബ്ബ് ചെയ്ത് ഫേസിലൊക്കെ ഒന്ന് ടാപ്പ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്യണം എന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം. ചാറ്റ് ബോക്സിൽ കാണുന്നില്ലല്ലോ. ആർ യു ഗൈസ് ബാക്ക്? ഓക്കെ, സൈനബ്, വെരി ഗുഡ്. ബാക്കിയുള്ളവര് ഓക്കെ. നിങ്ങൾ എന്തായാലും റെസ്പോണ്ട് ചെയ്യാം കേട്ടോ. മാക്സിമം ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്യാം. ഓൾസോ വീഡിയോയിൽ അപ്പിയർ ചെയ്യാൻ പറ്റുന്ന ആളുകൾ എന്തായാലും വീഡിയോയിൽ വരാം. ഓക്കെ ഓക്കെ ഓക്കെ. സോ എനിവേ നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു സിമ്പിൾ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യാണ് ചെയ്തിട്ടുള്ളത് അല്ലെ. നമുക്കറിയാം, നമ്മളിപ്പം ഗ്രാറ്റിറ്റ്യൂഡ് എടുക്കുന്ന സമയത്ത് വലിയ കാര്യങ്ങൾക്ക് നന്ദി പറയാ എന്നുള്ളതിന് പകരം സിമ്പിൾ ആയിട്ടുള്ള മൈക്രോ ലെവലിൽ നമുക്കുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ ഒരു ബോഡി തന്നെ എടുക്കുകയാണെങ്കിൽ ഓരോ കോശങ്ങളിലും ഒരുപാട് ബ്ലെസ്സിങ്സ് എനിക്കുണ്ട് അല്ലെ. സോ ആ രീതിയിൽ മൈക്രോ ലെവൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുന്ന സമയത്ത് അത് നമ്മളുടെ ഒരു എനർജി എൻഹാൻസ് ചെയ്യാനും അതേപോലെ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ട് ഇൻതൂസിയാസ്റ്റിക് ആയിട്ട് ലൈഫിനെ നോക്കിക്കാണാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അത് ഇതേപോലെ കുറച്ച് കാം ആയിട്ട് ഇരുന്നിട്ട് ഫീൽ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി എക്സ്ട്രാ സ്പെഷ്യൽ. അതായത് നമ്മൾ വളരെ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ ഓക്കെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് ഫീൽ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് റിലാക്സ്ഡ് ആയിരുന്നുകൊണ്ട് ഫോക്കസ് ചെയ്ത് ബ്രീത്തിൽ ഫോക്കസ് ചെയ്തിട്ട് ഇതേ രീതിയിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ സ്പെഷ്യൽ ആയിരിക്കും. സോ യെസ്, നമുക്ക് സെഷൻ ബിഗിൻ ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോയിൽ അപ്പിയർ ചെയ്യാൻ പറ്റുന്ന ആളുകൾ വീഡിയോയിൽ അപ്പിയർ ചെയ്യാം. കാരണം അത് നിങ്ങൾക്ക് തന്നെ ഒരു ഹെൽപ്പ് ആകുന്നുള്ളതാണ്. ലൈക്ക് നമ്മൾ ജസ്റ്റ് നമ്മളെ തന്നെ പ്രസന്റ് ചെയ്തിട്ട് അറ്റൻറ്റീവ് ആയിട്ട് സെഷനിൽ ഇരിക്കുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് ഗ്രാസ്പ് ചെയ്യാനും ഫോക്കസ് ചെയ്യാനും ഒക്കെ സാധിക്കും. സോ വീഡിയോയിൽ അപ്പിയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഗുഡ്. ആൻഡ് ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾ സെഷൻ ബിഗിൻ ചെയ്യാൻ റെഡിയാണോ? റെക്കോർഡിങ് യെസ്, റെക്കോർഡിങ് മേ ബി അവൈലബിൾ ആയിരിക്കും. ആർ യു ഗൈസ് റെഡി? വെരി ഗുഡ്. ഓക്കെ ഓക്കെ. സെഷന് ബിഗിൻ ചെയ്യുന്നത് ഞാനല്ല. ഇന്ന് സെഷൻ എടുക്കുന്നത് ലബീബ മാം ആണ്. സോ ലബീബ മാമിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഷീ ഈസ് എ പാരന്റിംഗ് കോച്ച്, ഓൾസോ ഒരു ടീച്ചർ ആണ്, ഓൾസോ ട്രെയിനർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്.
സോ മാമിന്റെ സെഷൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് എന്താ പറയാ, ഇതിൽ സെഷൻ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. സോ ഐ വിൽ ലൈക്ക്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഒരുപാട് ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ പാരന്റിങ്ങിനെ കുറിച്ച് മാമിന്റെ അടുത്ത് നിന്ന് കിട്ടും എന്നുള്ളതാണ്. സോ ദ ടോപ്പിക് ഇസ് വാട്ട് കൈൻഡ് ഓഫ് എ പാരന്റ് ആർ യു, നിങ്ങൾ ഏത് തരത്തിലുള്ള പാരന്റ് ആണ് എന്നാണ് മാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ യെസ്, ആർ യു ഗൈസ് റെഡി? എനിവേ, ഓവർ ടു യു മാം. ഹലോ, ഫസ്റ്റ് ഓഫ് ഓൾ ബിങ് താങ്ക്സ് ഫോർ റിൻഷിന. എന്തായാലും നല്ലൊരു ഇൻട്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇരിക്കാവൂല്ലോ അല്ലെ? അപ്പൊ നമുക്ക് പതിയെ നമ്മളെ സെഷനിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് നിങ്ങൾ ഉറങ്ങാതിരിക്കാട്ടോ, എല്ലാവരും റെസ്റ്റ് എടുക്കുന്ന സമയമായിരിക്കും ഇപ്പോ. അപ്പൊ എനിക്ക് ഇങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, എത്ര പേര് ഇവിടെ പാരന്റ്സ് ആയിട്ടുള്ളവരാണ്? ചാറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യൂ എത്ര മക്കളുണ്ട് എന്നുള്ളത്. പാരന്റ്സ് എന്നൊക്കെ ചെയ്യൂ. പാരന്റ്സ് അല്ല ഇപ്പൊ പാരന്റിങ് അറ്റൻഡ് ചെയ്യുന്നുള്ളൂ തോന്നുന്നു അല്ലെ? ഓക്കെ, 3, 2, 2. ഓക്കെ ഓക്കെ, അടിപൊളി. അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു നിങ്ങളോട്, ആരൊക്കെയാണ് ഇപ്പൊ ഇതിൽ പാരന്റ്സ് ആയിട്ടുള്ളത് എന്ന്. അപ്പൊ നിങ്ങൾക്ക് അഫ്കോഴ്സ് ഒരു ക്വസ്റ്റ്യൻ തോന്നുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു സംശയം തോന്നുന്നുണ്ടാവും, എന്തുകൊണ്ട് അപ്പൊ അങ്ങനെ ചോദിച്ചത്, ഒരു പാരന്റിങ് സെഷനിൽ ഒരു പാരന്റ് ആവൂലോ ഇരിക്കുന്നുണ്ടാവും എന്നല്ലേ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഒരു പാരന്റിങ് എന്ന് പറഞ്ഞാല്? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? നിങ്ങൾക്ക് മൈക്ക് ഓപ്പൺ ആക്കിയിട്ട് സംസാരിക്കാട്ടോ. എന്താ പാരന്റിങ് എന്ന് പറഞ്ഞാൽ എനിവൺ, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള പാരന്റിങ് എന്താണ്? അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. എനിവൺ? സുമയ്യ, ഒരുപാട് പേരുണ്ടല്ലോ, പറയൂ. എന്താ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുള്ള ഒരു പാരന്റിങ്? റിൻഷിന മാം ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കും. നർച്ചറിങ് അവർ സെൽസ് ആൻഡ് ഓൾ. ഓക്കെ, വെരി ഗുഡ്. അനദർ വൺ? ആരുമില്ല? ഓക്കെ. അപ്പോ അങ്ങനെയാണെങ്കിൽ നമ്മൾ എപ്പോഴാണ് ഒരു പാരന്റ് ആവുന്നത്? മറ്റുള്ളവർക്കുള്ള ദേഷ്യം തീർക്കാൻ നമ്മൾക്ക് കിട്ടിയ ഒരു സാധനം. ഓഫ്, റിയൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് നോക്കാം എവിടെ എത്തും എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മളൊരു പാരന്റ് ആവുന്നത് ഒരിക്കലും നമ്മളൊരു കുട്ടിക്ക് ജന്മം കൊടുത്തതുകൊണ്ടോ അതല്ലെങ്കിൽ നമ്മളൊരു ഉപ്പയുടെ ഉമ്മയുടെ അല്ലെങ്കിൽ ഒരു പാരന്റ്സിന്റെ റോളിൽ ഇരിക്കുന്നത് കൊണ്ടല്ല നമ്മൾക്ക്, അതായത് ബയോളജിക്കലി ഒരു പാരന്റ്സിന്റെ റോളിൽ ഇരിക്കുന്നതുകൊണ്ട് മാത്രമല്ല നമ്മൾക്ക് പാരന്റിങ് എന്നുള്ള സിസ്റ്റം വരുന്നത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമ്മൾ പാരന്റ് ആവുന്നത് എന്നുള്ളതാണ്. അതായത് ബൈ ബർത്തിലൂടെ അല്ലാതെ തന്നെ, അതായത് നമ്മളൊരു കുട്ടിക്ക് ജന്മം കൊടുക്കുന്നതിന്റെ മുന്നേ തന്നെ നമ്മളിവിടെ ഭൂമിയിൽ പാരന്റ് ആയിട്ടാണ് കഴിയുന്നത്. എല്ലാ സെഷനിലും നമ്മൾ ഇത് റിപ്പീറ്റ് ചെയ്ത് പറയാറുണ്ട്. കാരണം നമ്മൾ ഈ ഭൂമിയിലോട്ട് വന്നത് എന്നാണോ, അതായത് നമ്മളെ ഉമ്മ നമ്മളെ പാരന്റ്സ് എന്നാണോ ഭൂമിയിലോട്ട് പിറവി എടുത്തിട്ടുള്ളത്, അന്ന് മുതൽ തന്നെ നമ്മളിവിടെ ഒരു പാരന്റാ. കാരണം ബയോളജിക്കലി പാരന്റ് അല്ലെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ ഈ ഒരു സൊസൈറ്റിയിൽ നിന്നും നമ്മുടെ ചുറ്റുപാടിൽ നിന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിന്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പാരന്റ് റോളായിട്ട് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ള. പക്ഷെ ഒരു ഒരു ബയോളജിക്കൽ ബർത്തിലൂടെയാണ് നമ്മളൊരു കുട്ടിന്റെ ബയോളജിക്കൽ പാരന്റ് ആവുന്നത് എങ്കിലും അതിന്റെ മുന്നേ തന്നെ നമ്മളോട് ഒരു പാരന്റ് ആവുന്നുണ്ട്. നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മളെ വീട്ടിൽ കുഞ്ഞു മക്കൾ ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട്ടിൽ പ്രത്യേകിച്ച് ടീച്ചേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് കുട്ടികളെ ഡീൽ ചെയ്യേണ്ടേക്ക് വരും. അപ്പൊ ഇവിടൊക്കെ നമ്മൾ തീർക്കുന്നത് എന്താണ്? നമ്മൾ എടുക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് പാരന്റിങ് റോളാണ്. അപ്പോ നമ്മൾ ഈ ഭൂമിയിൽ വന്നപ്പോ ഒന്നും അല്ലാതെ ജനിച്ചിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മൾക്ക് ആരൊക്കെയോ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇനി ഫോർ എക്സാമ്പിൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മളെ താഴെയുള്ള കുട്ടികൾക്ക് പോലും നമ്മളിതിലുള്ള എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു അറിവുകൾ അവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ അവിടെ നമ്മൾ അവരുടെ സിസ്റ്റർ ആണെങ്കിലും അവിടെ നമ്മൾ അവരുടെ ആന്റി ആണെങ്കിലും എന്ത് തന്നെ ടീച്ചർ ആണെങ്കിലും ഒക്കെ ആണെങ്കിലും അതിന്റെ മുൻപേ തന്നെ അവിടെ എടുക്കുക മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ നമ്മളൊരു പാരന്റ് റോളിൽ ഇരുന്നിട്ടാണ് ഒരു കുട്ടീനെ പോലും നമ്മളുടേതല്ലാത്ത കുട്ടിക്ക് പോലും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അത് നമ്മൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് ബയോളജിക്കലി ജന്മം കൊടുത്താൽ മാത്രമേ ഒരു കുട്ടിയുടെ പാരന്റ് നമ്മൾ ആവുന്നുള്ളൂ എന്ന് നമ്മൾ തെറ്റിദ്ധാരണയാണത്, അല്ലെ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ എന്ന് പാരന്റ് ആയിട്ടുണ്ടാവും, നമ്മൾ എത്ര ആളുകളെ ഡീൽ ചെയ്തിട്ടുണ്ടാവും നമ്മളെ ചുറ്റുപാടിൽ, അത് മുതിർന്നവരായിക്കോട്ടെ
ഇളയവരായിക്കോട്ടെ, അങ്ങനെ എത്രയോ ആളുകൾ നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെ ഡീൽ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിൽ കയറി കൂടിയിട്ടുള്ള ഒരു സിസ്റ്റം ഓഫ് പാരന്റിങ് രീതികൾ ഉണ്ടാവും അല്ലെ. എവിടെ നിന്ന് കിട്ടിയതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അതിന് ആൻസർ ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറയുന്ന സമയത്ത് നമ്മൾ പറയും എന്റെ ഉമ്മ എന്നെ എങ്ങനെ പഠിപ്പിച്ചത്, അല്ലെങ്കിൽ എന്റെ ഉപ്പ എന്നെ എങ്ങനെ പഠിപ്പിച്ചത്, അതുകൊണ്ട് ഇതിന്റെ അപ്പുറത്തേക്ക് ഞാൻ പോവില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു ലൈനൊക്കെ വരച്ചിട്ടുണ്ടാവും. പക്ഷെ ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ പാരന്റിങ് എന്ന് പറയുന്നത്. അപ്പൊ പാരന്റിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള പാരന്റ് ആവാനല്ല ഒരു കുട്ടിക്ക് ഇഷ്ടം. നിങ്ങളുടെ കുട്ടികൾ ആഗ്രഹിക്കുന്നത് ഒരിക്കലും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഉമ്മനെ കിട്ടണം, അല്ലെങ്കിൽ ഉപ്പേനെ കിട്ടണം എന്നല്ല ആഗ്രഹിക്കുന്നത്. ആ കുട്ടി ആഗ്രഹിക്കുന്നത് എന്നോട് കണക്ഷൻ ഉള്ള, എന്നോടൊപ്പം സ്നേഹമായി പെരുമാറുന്ന ഒരു ഉമ്മേനെ, ഒരു ഉപ്പേനെ കിട്ടണം എന്നുള്ളതാ. അപ്പോ പാരന്റിങ് ഈസ് നോട്ട് അബൌട്ട് പെർഫെക്റ്റ്, ഇറ്റ് ഈസ് കണക്ഷൻ എന്നാ പറയുന്നത്. മക്കളുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ എവിടുന്നാണ് ഈ കണക്ഷൻ നമ്മൾക്ക് കിട്ടുന്നത്? അതായത് സിംപ്ലി പറയുകയാണെങ്കിൽ നമ്മൾ പാരന്റിങ് എന്ന് പറഞ്ഞത്, നമ്മൾ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുക, അതല്ലെങ്കിൽ നമ്മളുടെ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും ഇവിടെ ഉണ്ടല്ലോ, ഇതിന്റെയൊക്കെ ഓണർ ആയിട്ടുള്ള ഒരു സൃഷ്ടാവ് നമ്മൾക്കുണ്ട് അല്ലെ, ക്രിയേറ്റർ നമ്മൾക്കുണ്ട്. ഈ ക്രിയേറ്റർ തന്നിട്ടുള്ള ഇത്രയും പവർ ആയിട്ടുള്ള ഒരു ഒരു എന്താ പറയാ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നിട്ടുള്ള ഒരു ഗിഫ്റ്റ് തന്നെ ആവും ചിലപ്പോൾ നിങ്ങൾക്ക്. നമ്മൾ പറയാറുണ്ട് മക്കളെ വരദാനാണ് എന്നൊക്കെ പറയും അല്ലെ, സന്തോഷമാണ്, വരദാനമാണ്, സമ്മാനമായി കിട്ടിയതാണെന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ദൈവത്തിന്റെ പ്രതിനിധികളായിട്ട് ജനിച്ചവരാണ് ഞാനും നിങ്ങളും നമ്മളെ മക്കളും എല്ലാവരും, സൊസൈറ്റിയിൽ എല്ലാവരും. അപ്പോൾ ഇത്തരം ജീവികൾക്കും അതുപോലെ മരങ്ങളായിക്കോട്ടെ, പക്ഷികളായിക്കോട്ടെ, എന്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ എടുത്തു വെക്കുകയാണെങ്കിലും അതിൻ്റെയൊക്കെ ഓണർ, ക്രിയേറ്റർ എന്ന് പറയുന്നത് നമ്മളുടെ സൃഷ്ടാവാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളും ഒരു പ്രതിനിധിയായിട്ടാണ് ഭൂമിയിലോട്ട് വന്നിട്ടുള്ളത്, നമ്മളെ മക്കളും ഇവിടെ പ്രതിനിധികളായിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷെ നമ്മളൊക്കെ ഒരു വിചാരം നമ്മളെ മക്കൾ പ്രതിനിധികളല്ല, നമ്മൾ അവരെ എന്താ പറയാ, നമ്മളാണ് അവരെ പടച്ചത് എന്നുള്ള രീതിയിൽ നമ്മളെ അടിമകളാക്കിയിട്ടാണ് നമ്മൾ നമ്മളെ മക്കളെ സ്വീകരിക്കുക അല്ലെ. അതുകൊണ്ടാണല്ലോ പല സമയത്തും നമ്മൾക്ക് ദേഷ്യം വരുന്ന സമയത്ത് നമ്മളിൽ എന്തുണ്ട് എന്ന് ചിന്തിക്കുന്നതിന് പകരം എനിക്ക് ദേഷ്യം വരാൻ കാരണം എന്താണെന്നുള്ളതിന്റെ റൂട്ട് കോഴ്സ് അന്വേഷിക്കുന്നതിന് മുന്നേ നമ്മൾ അതൊക്കെ തീർക്കുന്നത് ചിലപ്പോൾ മക്കളോടായിരിക്കും അല്ലെ. അപ്പൊ ഇങ്ങനെ പ്രതിനിധികളായിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ് ഞാനും നിങ്ങളും, നമ്മളെ ഭൂമിയിലുള്ള എല്ലാ ആളുകളും. അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, മക്കൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്റെ കൈകാര്യത്തിൽ ഒതുങ്ങേണ്ടവർ മാത്രമല്ല അവര്. അവർക്ക് അവരുടേതായിട്ടുള്ള ഫീലിങ്സ് ഉണ്ട്, അവരുടേതായിട്ടുള്ള ഇമോഷൻസ് ഉണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഒരു പാരന്റ് അവരിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കണക്ഷൻ ഉണ്ട്. ആ കണക്ഷൻ ഉണ്ടാക്കി കൊടുത്തിട്ട് നിങ്ങൾ ആ ഒരു കുട്ടീനെ നോക്കുന്ന സമയത്ത്, നിങ്ങൾ കുട്ടിയെ നെർച്ചർ ചെയ്യുന്ന സമയത്ത് ആ കുട്ടി എവിടേക്കും പോവില്ല എന്നുള്ളതാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ ഇന്ന് പൊതുവേ സൊസൈറ്റിയിൽ പാട്ടാണ് ന്യൂ ജനറേഷൻ എന്നുള്ളത് അല്ലെ. അതായത് ഈ ന്യൂ ജനറേഷന്റെ പേര് കൊണ്ടാണ് എല്ലാ തെറ്റുകളും ഇന്ന് സൊസൈറ്റിയിൽ നടക്കുന്നതെന്ന് പറയുന്നത്. ഈവൻ സ്കൂളിൽ പാരന്റ്സ് മീറ്റിങ്ങിന് പോയി കഴിഞ്ഞാൽ പോലും കുട്ടികളെ എങ്ങനെ പരിപാലിക്കാം എന്നുള്ള രീതിയിലാണ് നോക്കുന്നത്. പക്ഷെ അവിടെ ഒരിക്കലും നമ്മൾക്ക് എങ്ങനെ മാറ്റം കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളിതിൽ എന്ത് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും, ഞാനാണോ അവിടെ മിസ്റ്റേക്ക് ഉള്ള ആള്, അതല്ലെങ്കിൽ എന്റെ കുട്ടിയാണോ അവിടെ മിസ്റ്റേക്ക് ഉള്ള ആളൊന്നും നമ്മൾ അറിയുന്നില്ല. അപ്പൊ എവിടെ പോയി കഴിഞ്ഞാലും കുട്ടികൾ ഇവൻ 2ാം ക്ലാസ്സിലാണെങ്കിലും 3ാം ക്ലാസ്സിലാണെങ്കിലും ഒക്കെ ഇന്നത്തെ കുട്ടികളുടെ ക്യാരക്ടറിനെയാണ് നമ്മളെപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാം, ഈ ഒരു ന്യൂ ജനറേഷനെ വാർക്കാൻ അറിയാത്തത് ഓൾഡ് ജനറേഷന്റെ ഒരു പോരായ്മയല്ലേ? അങ്ങനെ തന്നെയല്ലേ? കാരണം അവരത് അറിവ് നേടാത്തത് കൊണ്ടാണ് അല്ലെ. അപ്പൊ നമ്മൾ പറയും അതിപ്പോ നമ്മൾക്ക് അത്രയല്ലേ അറിയുള്ളൂ, കാരണം നമ്മുടെ സൊസൈറ്റിയിൽ ഇത്രയല്ലേ ഉള്ളൂ കാര്യങ്ങൾ, നമ്മളെ ഉമ്മമാർ അതല്ലേ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നത്, ഇങ്ങനെയൊക്കെ പറയാം. ഇനി സിമ്പിൾ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ, നമ്മളൊക്കെ 2G 3G 4G ആയിട്ടുള്ള ഫോണുകളായിരുന്നു ഇത്രയും കാലം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നമ്മൾ 5Gയിലോട്ട് വന്നു, അത് 7G ആവുന്നു, 5G ആവുന്നു, ഇങ്ങനെയുള്ള പല കാറ്റഗറിയിലോട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് നമ്മൾ അന്ന് 2G ആയ ഫോണിൽ നിന്നും 3Gയിലോട്ടും 4Gയിലോട്ടും 5Gയിലോട്ടൊക്കെ മാറി വന്നത്? കാരണം അവിടെ നമുക്കൊരു ആൻസർ ഉണ്ട്. നമുക്ക് പെട്ടെന്ന് അത് എന്ത് ചെയ്യാൻ പറ്റണം, കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റണം. യൂട്യൂബ് ആയിക്കോട്ടെ, വാട്സപ്പ് ആയിക്കോട്ടെ, മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഒരു ഡിലേ വരാതെ എല്ലാ കാര്യവും പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് കൊണ്ടും നമ്മൾ അപ്ഡേഷനനുസരിച്ച്, അതായത് സൊസൈറ്റിയിലെ അപ്ഡേഷൻ അനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരുന്നു. പക്ഷെ അപ്പോഴൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ഞാൻ എന്നെ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ടോ, അതല്ലെങ്കിൽ അതായത് എനിക്ക് എന്ത് റോളാണ് ഈ സൊസൈറ്റിയിൽ ഉള്ളത്, ആ റോളിന് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടില്ല. ഇനി സൊസൈറ്റിക്ക് പോയില്ലെങ്കിലും നമ്മളെ വീടിന്റെ ഉള്ളിലുള്ള റോളുകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടാവും.
അല്ലെ? അപ്പോ നമ്മൾക്ക് ഇന്ന് എല്ലാ അറിവുകളും നേടാൻ പറ്റിയിട്ടുള്ള സോഷ്യൽ മീഡിയ തന്നെ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ തരുന്ന ഒരാളാണ് സോഷ്യൽ മീഡിയ. അപ്പൊ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് എന്തുകൊണ്ട് നമുക്കൊരു മാറ്റം കൊണ്ടുവന്നൂടാ? അപ്പോ പാരന്റിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും മക്കളെ, ഇപ്പൊ ഇവിടെ ഒരാൾ പറഞ്ഞു മറ്റുള്ളവർക്ക് ദേഷ്യം വരുന്ന സമയത്ത് ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് കിട്ടിയുള്ള ഒരു സാധനങ്ങളായിരിക്കും മക്കൾ, അല്ലെങ്കിൽ ആ റോൾ എന്നൊക്കെ പറയുന്നത്. ഒരിക്കലും ഇനി ഇതിനെ ഇങ്ങനെ ആക്കിയിട്ട് നിങ്ങൾ ഒരു 3 ദിവസത്തെ വർക്ക്ഷോപ്പ് അതല്ലെങ്കിൽ വെബിനാർ കേട്ടതിന് ശേഷം ഇങ്ങനെ പെരുമാറരുത് എന്നുള്ളതാണ്. അപ്പോ ഇങ്ങനെ വരദാനമായി കിട്ടിയ ഒരു സമയത്ത് നിങ്ങൾ അന്ന് ഒരു നാളിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഫസ്റ്റ് ദിവസം നിങ്ങളെ ബേബീനെ കയ്യിൽ കിട്ടുന്ന ദിവസം നിങ്ങൾക്ക് ഭയങ്കര എന്തെന്നില്ലാത്ത സന്തോഷമായിരിക്കും. നിങ്ങൾ എല്ലാത്തിനും അതിനും അഡ്ജസ്റ്റ് ചെയ്യാൻ, നിങ്ങളുടെ പെയിൻ ആയിക്കോട്ടെ, എല്ലാത്തിനും, നിങ്ങളുടെ സ്ലീപ്പിംഗ് ഹൈജീൻ, എല്ലാ കാര്യങ്ങളും നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത് ഇപ്പൊ അവരൊരു പോയിന്റ് എത്തി, അവര് എഴുന്നേറ്റ് നിൽക്കാനും അവര് നടക്കാനും ഓടാനും ചാടാനും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ അറിയുന്ന പ്രായമെത്തിയ സമയത്താണ് നമ്മൾ അവിടെ തള്ളി പറയുന്നത്. അല്ലെ? അപ്പൊ അവര് എവിടുന്നാണ് ഇത് കണ്ടിട്ട് പഠിക്കുന്നത്? നമ്മൾ അറിയും കുട്ടികളൊക്കെ വാച്ച് ചെയ്യും, കുട്ടികളെല്ലാതും വാച്ച് ചെയ്യും എന്നൊക്കെ പറയും. പക്ഷെ ഇതൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിലോ എന്തുകൊണ്ടാണ് നമ്മൾ കുട്ടികളെ കുറ്റപ്പെടുത്തൽ കുറക്കാത്തത്? അല്ലെ? ന്യൂ ജനറേഷൻ എന്നുള്ള ഒരു ടാഗ് ലൈൻ തന്നെ ഉണ്ട്, ഒരു ഹെഡിങ് തന്നെയുണ്ട്. ന്യൂ ജനറേഷൻ ആണ് ഇന്നത്തെ എല്ലാ കംപ്ലൈന്റും ഉണ്ടാക്കുന്നത്. അതായത് ഒരു 8-9 മാസങ്ങൾക്ക് മുന്നേ ഒരു ഉമ്മേനെ ഒരു സ്വന്തം മകനെ വെട്ടിക്കൊന്നിട്ടുണ്ടായിരുന്നു. ആ വെട്ടിക്കൊന്ന കേസില് മകനോട് എന്തിനാ നീ ഇത് ചെയ്തതെന്ന് ചോദിച്ചപ്പോ, എനിക്ക് ജന്മം നൽകിയതിന് ഞാൻ ഉമ്മക്ക് കൊടുത്തിട്ടുള്ള ഒരു സമ്മാനമാണ്, ഒരു ഗിഫ്റ്റ് ആണ് എന്ന് വളരെ സിമ്പിൾ ആയിട്ട് മോന് പറഞ്ഞു. പക്ഷെ ആ സമയത്ത് പോലും ന്യൂ ജനറേഷൻ ആണ്, ലഹരിയാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളിലൂടെ, എന്താ പറയാ, പല ന്യൂസുകളും പല കാര്യങ്ങളും അന്ന് യൂട്യൂബിലും എല്ലായിടത്തും വൈറലായിട്ടുള്ള ഒരു ന്യൂസ് ആയിരുന്നു അത്. പക്ഷെ അതിന്റെ പിറകിൽ ആ മകൻ പറഞ്ഞിട്ടുള്ള ഒരു സെന്റൻസ് എന്ന് പറയാല്, എന്റെ ഉമ്മ എനിക്ക് ജന്മം നൽകിയതിന്, എന്നെ ഭൂമിക്ക് കൊണ്ടുവന്നതിന് ഞാൻ കൊടുത്തൊരു ഗിഫ്റ്റ് ആണ് എന്നുള്ളതാ. പക്ഷേ പ്രയാസങ്ങൾ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ മകന്റെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ടാവാം, ഉമ്മന്റെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ടായിരുന്നേക്കാം. പക്ഷെ ഇങ്ങനെയുള്ള ന്യൂസുകളൊക്കെ വരുന്ന സമയത്ത് നമ്മളത് മാറി ചിന്തിക്കുക. എന്തുകൊണ്ടാണ് കാലം ഇങ്ങനെ ആയി പോയത് എന്നല്ല പറയേണ്ടത്, കാലത്തിനൊപ്പം നമ്മൾ ഓടുക എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് ഇത്രയും അതായത് നമ്മുടെ എല്ലാ കാര്യത്തിലും ഇപ്പൊ സൊസൈറ്റിയിൽ ഇറങ്ങി നോക്കുകയാണെങ്കിൽ നമ്മുടെ വീട് ആയിക്കോട്ടെ, വീടിന്റെ സ്ട്രക്ചർ ആയിക്കോട്ടെ, വീട്ടിലെ സൗകര്യങ്ങളായിക്കോട്ടെ, എല്ലാത്തിലും നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് ന്യൂജൻ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അല്ലെ? അപ്പൊ ഈ സമയത്തൊക്കെ നമ്മൾ അതിനൊക്കെ ന്യൂജൻ വേർഷനോട് കൂട്ടിയിട്ട് നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തുമ്പോൾ എല്ലാ തലത്തിലും നമ്മളൊന്ന് വളരേണ്ടതുണ്ട്. അതാ വളർച്ച ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഇത്തരം പ്രശ്നങ്ങൾ സൊസൈറ്റിയിൽ ഉണ്ടാകാൻ കാരണം. അതായത് സ്കൂളുകളിൽ പോയാലും ഭയങ്കരമായിട്ട് അക്രമങ്ങൾ നടത്തുക, സ്കൂളിലെ മക്കള് ഒരുപാട് കോമ്പസ് ഇട്ടിട്ട് സ്വന്തം ശരീരത്തിൽ കുത്തുന്നത്, കോമ്പസ് അങ്ങനെ ആയുധമേറിയിട്ടുള്ള സംഭവങ്ങൾ കൊണ്ട് നടക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റീലിന്റെ സ്കെയിലൊക്കെ ഉപയോഗിച്ച് മക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ വഴക്കേറിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അതിൽ ലാസ്റ്റ് ബ്ലഡ് ഒക്കെ ഒലിച്ചിട്ട് ഒരുപാട് പാടുകളും മുറികളൊക്കെ ആയിട്ടുള്ള ഒരു എൻഡിലാണ് അത് സ്റ്റോപ്പ് ചെയ്യുന്നത് എന്നുള്ളത്. അങ്ങനെ ഇത്തരം കുട്ടികൾക്ക് പോലും ചെറിയ അല്ലെങ്കിൽ 9ാം ക്ലാസ് 8ാം ക്ലാസ് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മക്കൾക്ക് പോലും ഇങ്ങനെയുള്ള അക്രമങ്ങൾ ചെയ്യുന്നതിനൊരു പേടി ഇല്ലാതായി മാറിയിട്ടുണ്ട്. ഇതൊരു ലഹരിയായി മാറിയിട്ടുണ്ട് അവർക്ക്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളെ മനുഷ്യന്റെ ജീവിതം തന്നെ എന്തെങ്കിലും ഒരു ലഹരി മനുഷ്യന് വേണം. ലഹരി എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഡ്രഗ്സോ കഞ്ചാവോ ഇതൊന്നും അല്ല. ലഹരി എന്ന് പറയുന്നത് ഒരു സ്നേഹം, ഒരു തലോടല്. മനുഷ്യന്റെ ജീവിതം തന്നെ അങ്ങനെയാണ്. ആരടുത്തുനിന്നെങ്കിലും നമുക്കൊരു സപ്പോർട്ട് കിട്ടണം, ആരടുത്തുനിന്നെങ്കിലും നമുക്കൊരു സ്നേഹം കിട്ടണം, ആരടുത്തുനിന്നെങ്കിലും നമ്മൾക്കൊരു കെയർ കിട്ടണം. ഇതാണ് മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്നുള്ള. ഇത് കിട്ടാത്ത സ്ഥലത്തൊക്കെ നമുക്ക്, ഈ ലഹരി ഇല്ലാത്ത സ്ഥലത്തൊക്കെ നമുക്ക് പുറമേ ഉള്ള ലഹരികൾ അന്വേഷിച്ചു പോവാന്നുള്ളതാ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഈ കൂടുമ്പോ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയാറുണ്ട്, അല്ലെ? പക്ഷെ ഇപ്പൊ ഉള്ള കുടുംബങ്ങളിൽ ആ ഇമ്പം നഷ്ടപ്പെടുമ്പോഴാണ് പുറമേ ഉള്ള ഇമ്പം നേടിയിട്ട് മക്കൾ പോകുന്നത്. അതായത് പണ്ടത്തെ പോലെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നത്, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്, ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഒന്നും ഇന്ന് ഇല്ല എന്നുള്ളതാണ്. കാരണം അഫ്കോഴ്സ് എല്ലാവരും ബിസി വേൾഡിലാണ്. കാരണം എല്ലാ തിരക്കുകളും മാറ്റി വെച്ചിട്ട് അറ്റ്ലീസ്റ്റ് കുറച്ച് സമയം ഇരിക്കാനില്ല. ഇനി അതല്ലെങ്കിൽ മക്കൾക്ക് നമുക്ക് പറയാനുണ്ടാവും ഫോണിന് അഡിക്റ്റഡ് ആണ്. ഫോൺ അഡിക്റ്റഡ് ആവുന്ന കാര്യങ്ങൾ വേറെ തന്നെയാണ്. അത് ഇൻഷാ അള്ളാ നമുക്ക് വീണ്ടും വെബിനാറുകൾ വരുമ്പോൾ സംസാരിക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ആ കുടുംബത്തിലെ ഇമ്പം നഷ്ടപ്പെടുമ്പോ, അല്ലെങ്കിൽ ആ കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ട കെയറോ സ്നേഹമോ ഒക്കെ നഷ്ടപ്പെടുന്ന സമയത്ത് എന്തുണ്ടാവൂല, മക്കൾക്ക് അവിടെ നിൽക്കാൻ തോന്നൂല, അല്ലെങ്കിൽ മക്കൾക്ക് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് തോന്നൂല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത്, ടീനേജിലാവുന്ന സമയത്ത് ആദ്യം അവരുടെ ഫ്രണ്ട്സ് സർക്കിളിനായിരിക്കും ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടാവുക.
അല്ലെ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. നമ്മുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുകയാണെങ്കിൽ, ചെറിയ എന്തെങ്കിലും ഒരു വിരുന്നോ സൽക്കാരോ എന്തെങ്കിലുമൊക്കെ നടക്കുകയാണെങ്കിൽ, അതേ സമയം നമ്മളുടെ കൂടെ ഒരു 8ലോ 9ഒക്കെ എത്തിയ മക്കൾ നമുക്ക് ഉണ്ടതെങ്കിൽ, അവരുടെ ഫ്രണ്ട്സിന്റെ വീട്ടിലോ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിന്റെ ഗേങ് മൊത്തത്തിൽ ഒരു ട്രാവലോ എന്തെങ്കിലും പോകുന്നുണ്ടെങ്കിൽ, അവർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് അതായിരിക്കും എന്നുള്ളതാണ്. കാരണം കുറച്ച് കുട്ടികൾക്ക് അതൊക്കെ വേണം, പക്ഷെ അതിൽ നിന്നും കിട്ടുന്ന ഒരു ലഹരിയുണ്ട്, ഒരു സ്നേഹമുണ്ട് അവർക്ക്, അല്ലെങ്കിൽ അവരവിടെ സപ്പോർട്ട് ചെയ്യും, അവർക്ക് അവിടെ എന്തും ഓപ്പൺ ആയിട്ട് പറയാം എന്ന് തോന്നുന്ന സ്പേസ് ആയതുകൊണ്ടാണ് അവർ എല്ലാ സമയത്തും അതിനോട് റെഡി ആയിരിക്കുന്നത്. പക്ഷെ ആസ് എ പാരന്റ് എപ്പോഴും ചിന്തിക്കേണ്ടത് എന്താണ്? എന്നിൽ നിന്നും കിട്ടാത്ത എന്താണ് അവിടെ നിന്ന് അവൻക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള റിയലൈസേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ റിയലൈസേഷൻ ഉണ്ടാവുമ്പോൾ എന്താണ് ആ പോയിന്റ് എന്ന് കണ്ടെത്തി അത് നിങ്ങൾ തന്നെ ഒന്ന് കൊടുത്തു നോക്കിയേ. അവർക്ക് ഫ്രണ്ട്സിനേക്കാളും വലുത് നിങ്ങൾ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. ഫ്രണ്ട്സ് വേണം, സൊസൈറ്റിയിലുള്ള കണക്ഷന് വേണം, ഫ്രണ്ട്സ് വേണം, എല്ലാ കാര്യങ്ങളും വേണം. പക്ഷെ പൊതുവേ ഈ അഡിക്റ്റഡ് ആയി പോകുന്ന സംഭവങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കേണ്ടത് അങ്ങനെയാണെന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഒരു പാരന്റിങ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ, പിന്നെ നമ്മൾ ഒരു പാരന്റ് ആയിരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും പാരന്റിങ് ഡൂയിങ് ആയിരിക്കും, അല്ലെ, ചെയ്തോണ്ടിരിക്കുക, ഈ സമയത്തൊക്കെ നിങ്ങൾക്കൊക്കെ എത്ര മിസ്റ്റേക്ക് പറ്റി, എത്ര തവണ നിങ്ങൾ മക്കളെ ശകാരിച്ചു, അല്ലെങ്കിൽ എത്ര തവണ നിങ്ങൾ അവരെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. ഈ സമയത്തൊക്കെ നിങ്ങൾ വഴക്ക് പറഞ്ഞതിന്റെ പേരിൽ മാത്രം അവർ രക്ഷപ്പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അവർ നന്നായിട്ടുണ്ടോ? താൽക്കാലികമായിട്ടൊന്ന് നന്നായിട്ടുണ്ടാവും, നിങ്ങളെ പേടിച്ചിട്ടോ അതല്ലെങ്കിൽ ഇത് ഇനി മുതൽ ഇതൊന്ന് കേൾക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടൊക്കെ അവർ താൽക്കാലികമായിട്ടൊന്ന് രക്ഷപ്പെടുന്നുണ്ടാവും. പക്ഷെ അവരുടെ ഉള്ളിൽ കയറുന്ന ഓരോ ചെറിയ സംഭവങ്ങളും ഓരോ ചെറിയ വാക്കുകളും അവിടെ വലിയ മുറിവുകളായിട്ട് പുറത്തെടുക്കുന്നത് കുറച്ച് കാലങ്ങൾക്ക് ശേഷം. ഇങ്ങനെയുള്ള പല മുറിവുകളും മേ ബി നമ്മളുടെ ഉള്ളിലും, നിങ്ങളെയും കുറ്റപ്പെടുത്താൻ പറ്റൂല, കാരണം നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന പാരന്റിങ് എങ്ങനെയാണോ, ആ പാരന്റിങ്ങിൽ നിന്ന് കിട്ടിയിട്ടുള്ള ബോണ്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളെ മക്കളെ പോലും നമുക്ക് അറിയാതെ കൊടുത്തോണ്ടേ ഇരിക്കുക. നമ്മളുടെ ഉള്ളിൽ ഇപ്പോഴും നമ്മൾ പ്യുവർ ആയിട്ടുള്ള വേർഷൻ ഇപ്പോഴും ഉണ്ട്, അല്ലെങ്കിൽ നമ്മളെ ആ കുഞ്ഞ്, നമ്മളെ ആ ജന്മം എടുത്ത സമയത്ത് ഉണ്ടായിരുന്ന ഒരു കുഞ്ഞു ബേബി ആയിരുന്നല്ലോ നമ്മൾ ഓരോരുത്തരും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എന്റെ കയ്യിൽ 2 പാത്രം ഉണ്ടെന്ന് വിചാരിക്കുക. ആ 2 പാത്രത്തിലും ഞാൻ പാലൊഴിച്ചു, പ്യുവർ ആയിട്ടുള്ള പാലൊഴിച്ചു. അതിൽ ഒരു പാത്രം ചെളി പുരണ്ട പാത്രവും ഒരു പാത്രം നല്ല പ്യുവർ ആയിട്ട് കഴുകി വെച്ചിട്ടുള്ള ഒരു പാത്രമാണ്. ഇത് രണ്ടിലോട്ട് ഞാൻ പാലൊഴിക്കുന്ന സമയം ഒരു പാത്രം ഭയങ്കര പ്യുവർ ആയിട്ട് ഇരിക്കുന്നുണ്ടാവും, മറ്റേ പാത്രം ചെളി പുരണ്ട ചുവപ്പ് നിറമായിട്ടായിരിക്കും, അല്ലെങ്കിൽ കലങ്ങിയ കളറായിട്ടാവോ പാലുണ്ടാവുക എന്നുള്ളതാണ്. അല്ലെ? അപ്പൊ ഇതേപോലെയാണ് നമ്മളെ ജന്മവും. അത്രയും പ്യുവറായിട്ട് ജനിച്ച നമ്മളെ കലങ്ങിയ രൂപത്തിലായി തീർത്തതും ആക്കിയതും എല്ലാം നമ്മളെ സൊസൈറ്റിയും നമ്മളെ പാരന്റ്സും നമ്മളെ ചുറ്റുപാടിലുള്ള ആൾക്കാരാണ്. അപ്പോൾ പാരന്റ്സ് എന്ന് പറയുമ്പോൾ ഒരിക്കലും പാരന്റിങ് ചെയ്യുന്നത് നമ്മളുടെ ഉമ്മയോ ഉപ്പയോ മാത്രമല്ല, എൽഡർ സിസ്റ്റർ, എൽഡർ ബ്രദർ, ആന്റീസ്, എല്ലാ നമ്മൾക്ക് ഒരു ആക്ഷൻ എടുത്ത്, അല്ലെങ്കിൽ നമ്മളെ പേരിൽ എന്തെങ്കിലും തെറ്റുകൾ തിരുത്തുന്ന രീതിയിലുള്ള മിസ്റ്റേക്കുകൾ, അല്ലെങ്കിൽ നമ്മളെ മേലിൽ ആരൊക്കെയാണോ റോൾ എടുത്തിട്ട് നമ്മളെ പാരന്റിങ് ചെയ്യാൻ തുടങ്ങി, നമ്മളെ ഗൈഡ് ചെയ്യാൻ തുടങ്ങിയത്, അവരൊക്കെ നമ്മളെ പാരന്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പൊ അവരിൽ നിന്നും കിട്ടിയിട്ടുള്ള ചില സംസാരങ്ങൾ, ബോണ്ടുകളൊക്കെ നമ്മൾക്ക് എന്തായിട്ട് മാറും? ഭാവിയിൽ മക്കളെ പരിപാലിക്കുന്ന സമയത്ത്, മക്കളെ നെർച്ചർ ചെയ്യുന്ന സമയത്ത് അറിയാതെ എന്ത് ചെയ്തും അത് പുറത്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കുന്നത്, ഇതൊക്കെ എങ്ങനെയാ വരിക? മക്കളെ എങ്ങനെയാ, നമ്മളെ പ്യുവർ വേർഷൻ, നമ്മളുടെ ആ ഇന്നർ ചൈൽഡ്, നമ്മൾ എങ്ങനെയാണോ ഭൂമിക്ക് ജനിച്ചു വന്നത്, ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു കുട്ടി ഇപ്പോൾ നമ്മളുടെ ഉള്ളിലുണ്ട്. ആ കുട്ടിക്ക് അന്ന് വേദനിച്ച ഓരോ സംഭവങ്ങളും എന്തൊക്കെയാണോ, ആ സംഭവങ്ങളൊക്കെ എന്തായിട്ട് വരും? നമ്മളുടെ കുട്ടീനെ നമ്മൾ പരിപാലിക്കുന്ന സമയത്ത് അവിടെ പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ വരുന്ന, അപ്പൊ നമ്മൾക്ക് ദേഷ്യം വരും. അല്ലെ? മക്കൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഒന്നോ രണ്ടോ തവണ പറയുമ്പോൾ നമ്മൾക്ക് ദേഷ്യം വരും. അങ്ങനെ ആ ദേഷ്യമൊക്കെ പ്രകടിപ്പിക്കുന്ന ഒരിക്കലും നിങ്ങൾ കോൺഷ്യസ്ലി ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ഫിസിക്കൽ ബോഡി വെച്ചിട്ട് ഇപ്പൊ മാത്രം വരുന്ന പല കാരണങ്ങളും അല്ല, നിങ്ങളുടെ ഉള്ളിൽ ഹീൽ ചെയ്യപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരാൻ കാരണം. അപ്പോ ഇതിനൊക്കെ ഇൻഷാല്ല നിങ്ങൾക്ക് മറ്റന്നാൾ ബുധനാഴ്ച ഇന്നർ ചൈൽഡിനെ പറ്റിയിട്ടൊക്കെ സെഷന് സുൽഫത്ത് മാം എടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോ ഇതിലോട്ട് തന്നെ തിരിച്ചു വരാം. നിങ്ങൾ ഏത് തരത്തിലുള്ള ഒരു പാരന്റ് ആയിട്ടാണ് കിടക്കുന്നത് എന്നുള്ളത്. അപ്പോ ഇത്രത്തോളം പവിത്രമായിട്ടുള്ള ഒരു റോളാണ് നമ്മൾക്ക് നൽകിയിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ഒന്നുകൂടെ പറയാം, നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നമ്മളെ ഏൽപ്പിക്കും, അല്ലെ? നമ്മളെ ഫ്രണ്ട്സിനോട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു സാധനം വാങ്ങിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, നല്ല ക്വാളിറ്റി ഉള്ള ഒരു സാധനം ഇനി മേടിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരുടെ കയ്യിൽ ക്യാഷ് ഒക്കെ കൊടുത്തിട്ട് അവർ പറ്റ ലോക്കൽ സാധനം കൊണ്ടുവന്നാൽ എങ്ങനെ ഉണ്ടാവും? നമുക്ക് ഇഷ്ടപ്പെടുമോ? നമ്മൾ എന്തെല്ലാം പറയും? നമ്മളെ ക്യാഷ് പോയി എന്ന് പറയും, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവൻ എന്താ ചെയ്ത്, അവൻ എന്നെ പറ്റിച്ചു എന്നുള്ള രീതിയിലൊക്കെ പറയും. ഇതേപോലെ ഒരു സാധനത്തെ, അല്ലെങ്കിൽ ഒരു ജന്മത്തെ, ഒരു കുട്ടിയെ നിങ്ങൾക്ക് പരിപാലിക്കാൻ വേണ്ടിയിട്ട് കുറഞ്ഞ സമയത്തേക്ക് മാത്രം തന്നിട്ടുള്ളതാണ് ദൈവം.
അപ്പൊ ആ സമയത്ത് നിങ്ങൾ എത്രത്തോളം പ്യുവറായിട്ട് എത്രത്തോളം ഭയങ്കര അഡ്വാൻസ് ആയിട്ട് നിങ്ങൾ ആ കുട്ടിയെ നോക്കിയിട്ടുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് നാളെ പോകുമ്പോൾ അതിന് റിസൾട്ട് പറയാൻ പറ്റും. അല്ലെങ്കിൽ എന്തിനാ ഇപ്പൊ ഇവൻക്ക് ഞാൻ കൊടുത്തത് എന്നുള്ള തോന്നലായി പോകുമാർക്ക് ദൈവത്തിന് പോലും എന്നുള്ളതാണ്. അപ്പോ ഈ ദൈവം ശിക്ഷിക്കാൻ മാത്രം ഉള്ളതൊന്നും അല്ല, ഇത് സ്നേഹമാണ് ദൈവം. പക്ഷെ ആ സ്നേഹത്തിൽ ഇരുന്ന് നിങ്ങൾ നോക്കുക. അതായത് പാരന്റിങ് എന്ന് പറയുന്നത്, ആ ഒരു രക്ഷകർത്തൃത്വം എന്ന് പറയുന്നത്, നമുക്ക് രണ്ട് തരത്തിലുള്ള രക്ഷിതാവാ വരുന്നത്. അതായത് ഒന്ന് നമ്മളുടെ പാരന്റ്സും ഒന്ന് നമ്മളെ പാരന്റ്സിനേക്കാളും മുകളിലുള്ള നമ്മുടെ സൃഷ്ടാവാണ്. അപ്പൊ ആ സൃഷ്ടാവിൽ നിന്നും ഒഴുകേണ്ട രീതിയിൽ ഇരുന്ന് കൊടുക്കേണ്ടവർ മാത്രമാണ് നമ്മളുടെ അതല്ലെങ്കിൽ പാരന്റ്സ് എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, വെള്ളച്ചാട്ടം മുകളിൽ നിന്ന് അടിയിലോട്ടാണ് പോവുക അല്ലെ, അടിയിൽ നിന്ന് മുകളിലോട്ട് പോവില്ല. അപ്പോ അതേപോലെയാണ് ഒരു പാരന്റ്സ് എന്ന് പറയുന്നത്. ഓരോ പാരന്റ്സിന്റെ വാക്കുകള് ചിന്തകള് എന്തും ആയിക്കോട്ടെ, നിങ്ങൾ അറിയാതെ ആ കുട്ടിയുടെ ഉറക്കത്തിൽ പോലും, കുട്ടി ഉറങ്ങിക്കെടുക്കുകയാണ്, നിങ്ങൾ എന്തെങ്കിലും വേണ്ടാത്തത് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും വേണ്ടാത്തത് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അവരുടെ സബ് കോൺഷ്യസിലോട്ട് കയറിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. നമുക്ക് രണ്ടു തരം മൈൻഡ് ഉണ്ട്, അതൊക്കെ നമുക്ക് പറയാം. അപ്പോ ഈ ഇതൊക്കെ ഇത്തരം നിങ്ങൾ ചിന്തിക്കുന്ന വാക്കുകളെ, നിങ്ങൾ മറ്റുള്ളവരെ പെരുമാറുന്നത് എല്ലാം കുട്ടി വാച്ച് ചെയ്യുന്നുണ്ട്. ഇവൻ ആ കുട്ടി ഉറങ്ങുന്ന സമയത്ത് പോലും എല്ലാ കാര്യങ്ങളും വാച്ച് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഈ വാച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കുട്ടിയിലോട്ട് ഭാവിയിലോട്ട് രൂപപ്പെടാനുള്ള ഒരു സിഗ്നൽ നിങ്ങൾ കൊടുത്തോണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ ചിന്തയിലൂടെ, നിങ്ങളുടെ വാക്കിലൂടെ, നിങ്ങൾ മറ്റുള്ളവരോട് പെരുമാറുന്നതിലൂടെ ഒക്കെ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്രയും പ്യുവർ ആക്കിയിട്ട് വെള്ളച്ചാട്ടം മുകളിൽ നിന്ന് അടിയിലോട്ടാണ് ചാടുന്നുണ്ടെങ്കിൽ അതേപോലെയാണ് ഒരു പാരന്റ്സിൽ നിന്നും ഒരു കുട്ടിയിലോട്ട് എനർജി പാസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതേപടി അത് അവിടെ എത്തും. നിങ്ങൾ എന്താണോ ആ കുട്ടീനെ പറ്റി ചിന്തിക്കുന്നത് അത് അതേപോലെ അവിടെ എത്തും എന്നുള്ളതാണ്. എന്റെ കുട്ടിക്ക് അസുഖങ്ങൾ വരരുതേ എന്ന് ചിന്തിക്കുന്നതിന് പകരം എന്റെ കുട്ടി ആരോഗ്യവാനാണെന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുക. അതായത് നമ്മുടെ യൂണിവേഴ്സിന് പോലും നമ്മൾ പറയുന്ന ഒരു ബുക്കിലൊക്കെ പറയുന്നുണ്ട്, നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു സെന്റൻസിനെ, നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു വാക്കിന് പോലും നമ്മളെ യൂണിവേഴ്സിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഓരോ നെഗറ്റീവ് വേർഡ്സുകളും തിരിച്ച് നമ്മളിലോട്ട് തന്നെ റിഫ്ലക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുള്ള അല്ലെ. ഇപ്പൊ നമ്മളോട് പറയാണ്, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പറഞ്ഞു നിങ്ങളോട്, നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയിട്ട് എങ്ങോട്ട് പുറത്തിറങ്ങാനേ പാടില്ല, 2 ദിവസത്തേക്ക് നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല എന്ന് നിങ്ങളുടെ ഹസ്ബൻഡോ നിങ്ങളുടെ ഫാദറോ നിങ്ങളെ വേണ്ടപ്പെട്ടവരോ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ഒരു ദിവസമൊക്കെ നമ്മൾ നോക്കും. 2 3 ദിവസങ്ങളൊക്കെ കഴിയുന്ന സമയത്ത് എന്തപ്പോ അവരെന്നോട് ഇങ്ങനെ പറയാണ്, എന്താ അങ്ങനെ ചെയ്യാന് എന്നുള്ള രീതിയിൽ നമ്മൾ ഇങ്ങനെ പ്രതികരിക്കാൻ തുടങ്ങും. എന്ന പോലെ നമ്മൾ ഇങ്ങനെ പാരന്റിങ് ചെയ്യുന്ന സമയത്ത്, മക്കളോട് പെരുമാറുന്ന സമയത്ത് കൂടുതൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് തോന്നും, എന്താ ഞാൻ ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ. അതാണ് ഞാൻ പറഞ്ഞത്, യൂണിവേഴ്സിന് പോലും അങ്ങനെയാ തോന്നുന്നത്. നെഗറ്റീവ് ആയിട്ടുള്ള വേർഡ്സുകൾ അക്സെപ്റ്റ് ചെയ്യാൻ അറിയാത്തത് കൊണ്ട് അത് ഇങ്ങോട്ട് തന്നെ തിരിച്ചടിക്കുന്ന സമയത്ത് നമ്മൾക്ക് ആ നെഗറ്റീവ്സ് തന്നെ തിരിച്ചിങ്ങോട്ട് വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ മക്കൾക്ക് അസുഖങ്ങൾ വരരുതേ എന്ന് പറയുന്നത് പകരം എന്റെ കുട്ടി പൂർണ്ണ ആരോഗ്യവാനാണ് അല്ലെങ്കിൽ ആരോഗ്യവതിയാണ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ കോൺഷ്യസിൽ നിങ്ങൾ ചിന്തകൾ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോ ദൈവം എന്ന് പറയുന്നത് വെളിച്ചമാണെന്ന് നമുക്കറിയാം അല്ലെ. ആ വെളിച്ചത്തിൽ നിന്നും ഒഴുകേണ്ട എല്ലാ കാര്യവും നമ്മളിലോട്ട് ഒഴുകുന്നുണ്ട്. മേലിൽ നിന്നും ഒരാള് നമ്മൾക്ക്, കാരണം നമ്മളൊരു ബയോളജിക്കലി ഒരു പാരന്റ് ആവാന്ന് പറയുന്നത് അത്രയും പ്യുവർ ആയിട്ടുള്ള ഒരു സംഭവമാണ്, അല്ലെങ്കിൽ അത്രയും നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് അനുഗ്രഹമായിട്ട് തന്നിട്ടൊരു റോളാണ് അത്. അപ്പൊ ആ റോള് പഠിച്ചവനക്ക് അറിയാം, അല്ലെങ്കിൽ നമ്മുടെ സൃഷ്ടാവിന് അറിയാം ഞാൻ ഇവർക്ക് ഇത്ര കുട്ടികളെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ആ കുട്ടികളെ നോക്കാൻ വേണ്ട എല്ലാ സംഭവങ്ങളും നിങ്ങൾക്ക് ഒരാൾ മുകളിൽ നിന്ന് ഇട്ട് തരുന്നുണ്ട്, ഒരു ലൈറ്റിനെ നിങ്ങൾക്ക് ഇട്ട് തരുന്നുണ്ട്. ആ ലൈറ്റിനെ നിങ്ങളായി ഇരുന്ന് ഒരു ചാനലായി ഇരുന്നു കൊണ്ട് മാത്രം മക്കൾക്ക് കൊടുത്താൽ മതി. അല്ലാതെ ആ കുട്ടിയുടെ മേലിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു അധികാരം പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ ആ കുട്ടീന്റെ ഫുൾ ദൈവമായിട്ട് മാറാനൊന്നും ആർക്കും യോഗ്യമില്ല, പാരന്റ്സ് ആയിട്ടുള്ള നമ്മൾക്ക് യോഗ്യമില്ല എന്നുള്ളതാണ്. ഓക്കെ. ഇനി 3 4 തരത്തിലുള്ള പാരന്റിങ് വരുന്നുണ്ട്. ഒന്ന് നമ്മൾ പറയുന്നത് പ്രോഗ്രാംഡ് പാരന്റിങ് ആണ്. പ്രോഗ്രാംഡ് എന്ന് പറഞ്ഞാല് നമ്മളെ സൊസൈറ്റിയിൽ നിന്ന് മനസ്സിലാക്കിയത്, അതുപോലെ നമ്മളെ പാരന്റ്സ് നമ്മളെ വളർത്തിയത്, അതൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ അതേപോലെ നമ്മൾ മക്കൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പ്രോഗ്രാംഡാ. കാരണം ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളൊക്കെ വളർന്നിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ നമ്മളൊക്കെ വളർത്തിയിട്ടുണ്ടായിരുന്ന ഉമ്മമാര് 19ാം നൂറ്റാണ്ടിലൊക്കെ ജീവിച്ച ഉമ്മമാരായിരിക്കും. അപ്പൊ ആ 19ാം നൂറ്റാണ്ടിലെ ഉമ്മമാർക്ക് കിട്ടിയിട്ടുള്ള പാരന്റിങ് അതിനേക്കാളും പഴയതായിരിക്കും. ആ പാരന്റിങ് രീതി വെച്ചിട്ടാണ് 21 നൂറ്റാണ്ടിലെ കുട്ടികളൊക്കെ വാർത്തെടുക്കുന്നുണ്ടെങ്കിൽ ആ രീതി മാറ്റാൻ എന്തായിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെ അപ്ഡേറ്റ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അങ്ങനെ ഈ 19ഉം 21 നൂറ്റാണ്ടിലെ സോഫ്റ്റ്വെയർ തമ്മിൽ എന്താവൂല, മാച്ച് ആവില്ല. ഈ രണ്ട് സോഫ്റ്റ്വെയർ തമ്മിൽ മാച്ച് ആവാത്ത സമയത്ത് അവിടെ ക്ലാഷ് ഉണ്ടാവും, അവിടെ എന്തുണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ള. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയണമെങ്കിൽ, ഓരോ അപ്ഡേഷൻ ആയിട്ടുള്ള ഫോണുകൾ വരുന്നതിനനുസരിച്ച് നമ്മൾ, പ്രത്യേകിച്ച് ഐഫോൺ ഒക്കെ ആണെങ്കിൽ ഓരോ പുതിയ പുതിയ അപ്ഡേഷൻ ഇറങ്ങുന്നതിനനുസരിച്ച് നമ്മൾ ഫോൺ ചെയ്ത് ഇതുകൊണ്ടേ ഇരിക്കണം അല്ലെ.
അതല്ലെങ്കിൽ 5G ആണെങ്കിൽ, അതിൽ 4G ആണെങ്കിൽ, 7G ആണെങ്കിൽ, 6G ആണെങ്കിൽ, ഇതൊക്കെ നമ്മൾ മാറ്റം കൊണ്ടുവരണം. അല്ലെങ്കിൽ ആദ്യം ഉപയോഗിക്കുന്നത് പോലെ നമ്മൾക്ക് അതിന്റെ സ്പീഡ് കിട്ടുന്നുണ്ടാവില്ല, സ്മൂത്ത് ഉണ്ടാവില്ല ഉപയോഗിക്കാൻ. അതുപോലെ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഡാറ്റ പോകുന്നതും പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഇവൻ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു വൈഫൈ ആണെങ്കിൽ പോലും നമ്മൾ എത്രയാണോ റീചാർജ് ചെയ്യുന്നത് ആ റീചാർജിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് നമുക്ക് നെറ്റ് പോലും സ്പീഡായിട്ട് കിട്ടുന്നത്. നമ്മൾ വളരെ സ്ലോ ആയിട്ടാണോ കൊടുക്കുന്നത് എങ്കിൽ നമുക്ക് ഒരു എന്താ ഒരു മീഡിയം ലെവലിലായിരിക്കും അതിന്റെ സ്പീഡൊക്കെ കിട്ടുന്നുണ്ടാവുക, അല്ലെ? എന്ന പോലെ തന്നെ നമ്മളുടെ സോഫ്റ്റ്വെയറും നമ്മളെ മക്കളുടെ സോഫ്റ്റ്വെയറും മാച്ച് ആവണമെങ്കിൽ ഇവിടെ നമ്മൾ ആദ്യം അപ്ഡേറ്റ് ആവണം എന്നുള്ള. ഇപ്പൊ പ്രോഗ്രാംഡ് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ, ഇപ്പൊ പണ്ട് നിങ്ങളെ പ്രത്യേകിച്ച് നമ്മൾ ടീനേജ് ഒക്കെ ആയിരുന്ന സമയത്ത് നമ്മള് പ്രത്യേകിച്ച് ആ സമയത്തൊക്കെ നമ്മൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് ഉപദേശിക്കുന്ന സമയം നമുക്ക് കൂടുതൽ എന്താ പറയാ ഇഷ്ടമില്ലാത്ത രീതിയിലോട്ടൊക്കെ പോവാം. ആ സമയത്ത് ഒരുപാട് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും നമ്മളുടെ ബോഡിയിലായാലും എല്ലാ രീതിയിലും നെർവസ് സിസ്റ്റം എല്ലാത്തിലും നമുക്ക് ചേഞ്ചസ് വരുന്നുണ്ട്. ഈ ചേഞ്ചസ് വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബോഡീനെ കംപ്ലീറ്റ്ലി നമ്മളൊരു പ്രായപൂർത്തിയായ രീതിയിലോട്ട് നമ്മളിങ്ങനെ കൊണ്ടുവരാം. അപ്പൊ ഈ സമയത്ത് ടോട്ടലി ചേഞ്ച് ഉണ്ടാവുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ ഒന്നും നമുക്ക് ഇഷ്ടപ്പെടൂല കേൾക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവും, ഇങ്ങനൊക്കെ ഒരു സ്റ്റേജിലൂടെ നമ്മൾ കയറി പോയിട്ടുണ്ടാവും. ഈ സമയത്തൊക്കെ കൂടുതൽ ഉപദേശങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് അന്ന് നമ്മൾക്ക് നമ്മളെ ശകാരിക്കുന്നവരെ, നമ്മളെ തിരുത്തുന്നവരൊക്കെ നമുക്ക് കൂടുതൽ ദേഷ്യമായിട്ട് തോന്നിയിട്ടുണ്ടാവും. പക്ഷെ അതേ സമയം നമ്മളെ വേണ്ട രീതിയിൽ അടുത്തിരുത്തി ചേർത്തി സംസാരിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരാൾ ഇപ്പോഴും ഉണ്ടാവും നമ്മളെ ഫാമിലിയിൽ. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളെങ്കിലും നമ്മളെ ഫാമിലിയിൽ ഇല്ലാതിരിക്കൂല, അല്ലെ? അപ്പൊ ആ സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അവര് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു? അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് പോയി ആ സ്നേഹം അവരോട് കിട്ടുന്നത്. അതല്ലാത്ത രീതിയിൽ നിങ്ങളെ പാരന്റ്സ് ആയിക്കോട്ടെ ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയാണോ നിങ്ങളോട് പെരുമാറിയിട്ടുള്ളത് ആ ദേഷ്യമൊക്കെ നിങ്ങൾക്ക് അന്ന് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അഫ്കോഴ്സ് നിങ്ങൾ കുറച്ചൊക്കെ വലുതായി നിങ്ങളെ കല്യാണമൊക്കെ കഴിഞ്ഞ് നിങ്ങളൊരു പാരന്റ് ആയിരുന്ന സമയത്ത് കോൺഷ്യസ്ലി ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താവൂല, നിങ്ങളെ പാരന്റ്സ് അന്ന് ചെയ്തതെല്ലാം, നിങ്ങളെ അടിച്ചത്, നിങ്ങളെ ശകാരിച്ചത് എല്ലാം നിങ്ങൾക്ക് നന്നായിട്ടേ തോന്നുള്ളൂ. കാരണം നിങ്ങൾ പറയും അന്ന് എനിക്ക് അങ്ങനെ മിസ്റ്റേക്ക് പറ്റി, എന്റെ ഉമ്മ അത് തിരുത്തി തന്നതുകൊണ്ടാണ്. ഇങ്ങനെ പല അനുഭവങ്ങളും പല റിയലൈസേഷൻ ഒക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും. കാരണം നമ്മളൊരു പാരന്റ് ആവുന്ന സമയത്ത് പാരന്റ്സിന്റെ ആ റോളിൽ ഇരിക്കുന്ന സമയത്ത് അവരുടെ വേദനകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലെ? അപ്പൊ കോൺഷ്യസ്ലി ചിന്തിക്കുമ്പോ ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെ പാരന്റ്സ് എന്തായിരിക്കും, ബെസ്റ്റ് ആയിരിക്കും, ബെസ്റ്റ് വേർഷൻ ആയിരിക്കും, ഈവൻ എനിക്കാണെങ്കിൽ പോലും. പക്ഷെ നിങ്ങൾ വേദനിച്ചിട്ടുള്ള നിങ്ങളുടെ ആ കുട്ടിയുടെ വേർഷൻ ഉണ്ടല്ലോ, ആ കുട്ടിക്ക് അന്നൊരു അടി കിട്ടിയതോ ആരുടെയെങ്കിലും മുന്നിൽ വെച്ചൊരു കളിയാക്കിയതോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് നെഗറ്റീവായിട്ട് നിങ്ങളെ കുറ്റപ്പെടുത്തിയതോ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ആ കുട്ടിക്ക് വേദനിച്ചിട്ടുണ്ട്. നിങ്ങളാണ് വലുതാവുന്നത്, നിങ്ങളെ കോൺഷ്യസ് ലെവലാണ് വലുതാവുന്നത്. പക്ഷെ ആ കുട്ടി ഇപ്പോഴും അവിടെ ഇരിക്കുന്നതുകൊണ്ട് ആ കുട്ടി ഇപ്പോഴും പ്യുവറാണ്. അപ്പൊ ഈ കുട്ടി അവിടെ ഇരിക്കുന്ന സമയത്ത് കുട്ടിക്ക് വേദനിച്ചിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളിപ്പോ ഒരു ഉമ്മയായിട്ടുണ്ടെങ്കിലും ഒരു ഉപ്പയായിട്ടുണ്ടെങ്കിലും കോൺഷ്യസ്ലി ചിന്തിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു പാരന്റ്സിന് ഒരിക്കലും മിസ്റ്റേക്ക് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർ ചെയ്തതൊക്കെ കറക്റ്റ് ആയിരിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ ഒരു പാരന്റ് ചെയ്ത് തുടങ്ങുന്ന സമയം മുതൽ നിങ്ങൾക്ക് ഒരുപാട് ഇറിറ്റേഷൻ വരാൻ തുടങ്ങും. പ്രത്യേകിച്ച് ഉമ്മമാരാണെന്നുണ്ടെങ്കിൽ അവർ ഡെലിവറി കഴിഞ്ഞ് നടക്കുന്ന സമയത്ത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഒക്കെ ഉണ്ടാവാം. അതൊക്കെ ക്ലിനിക്കലി പോകേണ്ട പ്രൊസീജിയറാ. പക്ഷെ എങ്കിൽ കൂടി അവരൊക്കെ എഫക്ട് ചെയ്യുന്ന അവർ ഡെലിവറി സമയത്ത് പോലും കൂടുതലുള്ള കാര്യങ്ങൾ അവർക്ക് എങ്ങനെയാണോ അവരുടെ പാരന്റിങ്ങിൽ നിന്ന് കിട്ടിയത്, അതല്ലെങ്കിൽ ആ പ്രഗ്നൻസി ത്രൂ പ്രഗ്നൻസി ടൈമിൽ അവർക്ക് എന്തൊക്കെയാണ് കിട്ടിയത്, ഇതിനൊക്കെ അടിസ്ഥാനത്തിൽ എന്തായിട്ട് മാറും, ആ കുട്ടിനോട് നിങ്ങളുടെ ഉള്ളിലുള്ള ആ കുട്ടി ഇങ്ങനെ പ്രതികരിച്ചു തുടങ്ങും എന്നുള്ളതാ, അല്ലെ? ഇപ്പൊ നിങ്ങളെ കുട്ടിക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം, എല്ലാ ഏജിലും. അതായത് ഒരു 3-3.5 വയസ്സ് വരെ കുട്ടീനെ നമ്മൾ അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കും, അല്ലെ? കുട്ടി ഒന്നും ഇങ്ങോട്ട് തന്നില്ലെങ്കിലും വേണ്ടില്ല നമ്മൾ ഭയങ്കരമായിട്ട് അവർക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്യാനും ഉറക്കൊഴിക്കാനും ഭക്ഷണം കൊടുക്കാനും എല്ലാത്തിനും തയ്യാറാവും. ഇങ്ങനൊക്കെ തയ്യാറായി കുറച്ച് സമയം കഴിയുന്ന സമയത്ത് നമ്മൾ അൺകണ്ടീഷണൽ ലവ് എന്ന് പറഞ്ഞ സംഭവം സ്റ്റോപ്പ് ചെയ്തിട്ട് കണ്ടീഷൻ ആയിട്ട് കൊടുക്കാൻ തുടങ്ങും, അല്ലെ? ഈ കണ്ടീഷൻ ആയിട്ട് കൊടുത്തു തുടങ്ങാന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇപ്പൊ കുട്ടി സ്കൂളിലോട്ട് പോകുന്ന സമയം രാവിലെ കുട്ടി എഴുന്നേൽക്കാൻ നേരം വൈകി, ഈ നേരം വൈകിയ സമയത്ത് നമ്മൾ എന്തൊക്കെയോ ശകാരിച്ചിട്ടുണ്ടാവും. കാരണം നമുക്ക് കിച്ചണിൽ ഒരുപാട് വർക്കുകൾ ഉണ്ടാവും. ഇതിന്റെ ഇടയിൽ അവർക്ക് നമ്മള് അവരെ കൂടെ ഇരുന്ന് അവരെ ഡ്രസ്സ് ചെയ്യിപ്പിച്ച് അവർക്ക് ഫുഡ് കൊടുത്ത് പറഞ്ഞേക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് വെറീഡാവും. ഈ വെറീഡ് സമയത്ത് അല്ലെങ്കിൽ അവർ എഴുന്നേൽക്കുന്ന സമയത്തൊക്കെ നമ്മൾ അവരെ ഭയങ്കരമായിട്ട് ശകാരിച്ചിട്ടുണ്ടാവും, കുറ്റം പറഞ്ഞിട്ടുണ്ടാവും, അടിച്ചിട്ടുണ്ടാവും, ദേഷ്യം പ്രകടിപ്പിച്ചിട്ടൊക്കെ ചെയ്യും. അങ്ങനെ മക്കള് ഒരു സ്കൂൾ ബസ്സിലൊക്കെ കയറിപ്പോയി കുറച്ച് സമയം കഴിഞ്ഞാൽ നമുക്കൊരു ഫീലിങ്സ് ഉണ്ട്, ഞാൻ അങ്ങനെ ചെയ്യണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്റെ കുട്ടി എപ്പോഴാ ഒന്ന് വീട്ടിലോട്ട് എത്തുക എന്നുള്ളൊരു ഫീലിംഗ് എല്ലാ പേരൻസിനും ഉണ്ടാവും.
പക്ഷെ ഇവിടൊക്കെ നിങ്ങളെ ചെയ്യിപ്പിക്കുന്നത്, നിങ്ങൾ മോർണിംഗിൽ ചെയ്തിട്ടുള്ള ആ ദേഷ്യവും അല്ലെങ്കിൽ ആ കുട്ടീനെ അടിച്ചതും ഇതൊക്കെ നിങ്ങൾ ചെയ്യിപ്പിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന നിങ്ങളെ പ്യുവർ ആയിട്ടുള്ള കുട്ടിക്ക് വേദനിച്ചിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരും എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന സമയത്ത് അവിടെ രണ്ട് മൈൻഡും കൂടെ എന്താവൂല, മാച്ച് ആവൂല. പക്ഷെ അതേ സമയം നല്ലൊരു ചൈൽഡ്ഹുഡും നല്ലൊരു പാരന്റിങ്ങും കിട്ടിയ ആൾക്കാരാണെങ്കിൽ ഇപ്പോഴും മക്കളെ നെർച്ചർ ചെയ്യുന്ന സമയത്ത് അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ്. അപ്പൊ ഇവിടെ പ്രോഗ്രാംഡ് പാരന്റിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കിട്ടിയിട്ടുള്ള പാരന്റിങ് സിസ്റ്റത്തെ ഒരുപാട് നമ്മളിൽ നിന്ന് ഒഴിവാക്കേണ്ടത്. അത് ഒഴിവാക്കണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് 1 മന്ത് വർക്ക്ഷോപ്പ് ഒക്കെ എടുത്ത് അതിന്റെ മെഡിറ്റേഷന് ടാസ്ക് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന സമയത്താണ് നമുക്ക് മാറ്റാൻ പറ്റുക. അതായത് നമ്മൾക്കറിയാം, ഒരു മഞ്ഞപ്പിത്തം വരുന്നതും അതേപോലെ ഒരു ജലദോഷത്തിന്റെ പനി വരുന്നതും ഒരേപോലല്ല. ജലദോഷത്തിന് 2, 3, 4 ദിവസങ്ങൾ മരുന്ന് കുടിച്ച് റെസ്റ്റ് എടുത്താൽ അത് മാറും. പക്ഷെ മറ്റ് പനി ഒന്നുകൂടെ സിവിയർ ആയി കഴിഞ്ഞാൽ നമ്മൾ റെസ്റ്റ് കൂടും, നമ്മളെ മെഡിസിൻസ് കൂടും. എന്ന പോലെ ഈ ഒരു സംഭവത്തിന് നിങ്ങൾ കൂടുതൽ മെഡിസിൻ എടുത്ത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്താണ് ആ പ്രോഗ്രാംഡ് പാരന്റിങ്ങിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളതായിട്ടുള്ള ഒരു പാരന്റിങ്ങിലോട്ട് പോകാൻ പറ്റുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് പാരന്റൽ പാരന്റിങ്. ഈ പാരന്റൽ പാരന്റിങ് എന്ന് പറയുന്നതും ഇതായിട്ട് കണക്റ്റഡ് തന്നെയാണ്. അതായത് നിങ്ങളെ പാരന്റ്സ് എങ്ങനെയാണോ നോക്കിയത് അതേപടി നിങ്ങൾ നോക്കുക. എത്ര തിരുത്തലുകൾ എവിടുന്ന് കേട്ടാലും അല്ലെ, ചില സമയത്ത് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയും, ഞാനൊക്കെ ഇപ്പൊ അങ്ങനെയല്ലേ വളർന്നത്, അല്ലെങ്കിൽ എന്റെ ഉമ്മക്ക് ഇങ്ങനെയല്ല പറഞ്ഞത് എന്നുള്ള രീതിയിൽ ഒരുപാട് തിരുത്തലുകളൊന്നും ആഗ്രഹിക്കാതെ അതേപടി സ്വീകരിക്കുന്നത് പാരന്റൽ പാരന്റിങ് ആണ്. അതായത് നിങ്ങൾക്ക് എന്താണോ കിട്ടിയത് അതേപോലെ കൊടുക്കുന്ന സംഭവം. ഇവിടെയും നിങ്ങളുടെ സോഫ്റ്റ്വെയർ മാച്ച് ആവില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് ശ്രദ്ധിച്ചാലേ അറിയാം, ഇപ്പൊ ഉള്ള മക്കള് ഒരു 4, 5 ക്ലാസ്സിലൊക്കെ എത്തിയിട്ടുള്ള അല്ലെങ്കിൽ സ്കൂളുകളിൽ പഠിക്കുന്ന മക്കൾ തന്നെ എല്ലാ കാര്യത്തിനും ഭയങ്കരമായിട്ട് സംസാരിക്കാനൊക്കെ ബോൾഡായിട്ട് നോളജ് ഉള്ള കുട്ടികളായിരിക്കും അത്യാവശ്യമൊക്കെ, അല്ലെ. പക്ഷെ ഇവൻ നമ്മളൊക്കെ വളർന്ന കാലത്ത് കുറച്ചൊക്കെ ഇപ്പോഴാണ് പലതിനെയും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതും അറിയുന്നതൊക്കെ. ഇതിന് മുന്നേ ഇവർക്ക് അറിയുന്നുണ്ടെങ്കിൽ അവർ ജനിച്ചു വീണിട്ടുള്ള സൊസൈറ്റി എന്ന് പറയുന്നത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ജേണിയിലോട്ട്, ഒരു എർത്തിലോട്ടാണ് അവർ ജനിച്ചു വിട്ടുള്ളത്. അപ്പൊ അവർ കാണുന്നതും അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നതും ഒക്കെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള പുതിയ പുതിയ കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു പാരന്റ്സ് ചെയ്യേണ്ടത്, ഒരു പാരന്റ്സ് എപ്പോഴും ഒരു കുട്ടിയായിട്ട് ഇരിക്കാനും ശ്രമിക്കണം, അതേപോലെ പാരന്റിങ് റോളിൽ ഇരിക്കാനും ശ്രമിക്കണം എന്നുള്ള. ചില സമയത്ത് നമ്മളെക്കാളും നല്ല അറിവുണ്ടാവല് ചെറിയ മക്കൾക്കായിരിക്കും, പ്രത്യേകിച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന സമയത്ത്, ഫോണ്, ലാപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിലൊക്കെ നമ്മൾക്ക് അവരിൽ നിന്നും എന്ത് പഠിക്കാനുണ്ട്, അതിന് ടെക്നിക്കൽ അല്ലാത്ത കാര്യത്തിൽ നിന്നും അവരിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാനുണ്ട് എന്നുള്ളതിന് നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇന്നത്തെ സൊസൈറ്റിയിൽ നമ്മൾ ചിലയിടത്ത് കുട്ടിയായിട്ട് തന്നെ ഇരുന്ന് കൊടുക്കണം, ചില സ്ഥലത്ത് നമ്മളെ മക്കള് നമ്മളുടെ ഗുരുവും നമ്മൾ ശിഷ്യനുമായിട്ട് ഇരുന്ന് കൊടുക്കണം. അതേസമയം ചിലയിടത്ത് നമ്മളെ ലൈഫിലെ എക്സ്പീരിയൻസും കൂടുതൽ ജീവിതാനുഭവങ്ങളും ഉണ്ടാവുന്നത് നമ്മൾക്കായിരിക്കും. അപ്പൊ ആ സ്ഥലങ്ങളിൽ നമ്മൾ ഗുരുവും നമ്മുടെ കുട്ടി ശിഷ്യനുമായിട്ട് ഇരിക്കണം. ഇങ്ങനെ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഡൽട്ട് ഈഗോ അവിടെ വരൂല എന്നുള്ളതാണ്. മറ്റൊരു ഞാനാണ് അവന്റെ പാരന്റ്, അതെങ്കിൽ ആ കുട്ടിക്ക് എന്ത് തന്നെ കഴിവുണ്ടെങ്കിലും ഫോണിലൊന്നും ഒന്നും അറിഞ്ഞതുകൊണ്ട് കാര്യമില്ല, ലാപ്പിലൊന്നും ഒന്നും അറിഞ്ഞതുകൊണ്ട് കാര്യമില്ല, അല്ലെങ്കിൽ നീ പറയുന്ന ഒന്നും അല്ല ശരി, നമ്മളൊക്കെ ഇത്രയും കാലം ജീവിച്ചതാണ്, ഇത്രയും കാലം എക്സ്പീരിയൻസ് ഉള്ള ആളാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമേ നീ കേൾക്കാവൂ എന്നുള്ള ഒരു ഈഗോയിൽ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അഡൽട്ട് ഈഗോ ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ അഡൽട്ട് ആയിട്ടുണ്ട്, ഒരു മുതിർന്നവരായിട്ടുണ്ട്, ആ ഈഗോ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. അപ്പോ ഈ ഈഗോ എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും പാരന്റ്സിന് എങ്ങനെ ഈഗോ ഉണ്ടാവുക. ഇനി ചില ഉമ്മമാര് പറയുന്ന സങ്കടകരമായിട്ടുള്ളതും രസകരമായിട്ടുള്ള സംഭവമാണ്, എന്താ, മാതാവിന്റെ കാലിൻ ചുവട്ടിലാണ് സ്വർഗം നമുക്ക് അറിയാൻ പറ്റും, അല്ലെ. ഈ സ്വർഗത്തിനും വേണ്ടിയിട്ട് നമ്മൾ ഈഗോന്റെ രീതിയിൽ ഇരുന്ന് സ്വർഗം നിങ്ങൾ ആ കുട്ടികൾക്ക് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ കുട്ടികളല്ല അതിന് ഉത്തരവാദിയാവുക. ആ കുട്ടികൾ ഇവൻ നാളെ അതിന് പരാജയപ്പെട്ടാൽ നിങ്ങൾ അതിന് ഉത്തരം കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. കാരണം ഒരു ഉമ്മന്റെ കാൽച്ചുവട്ടിൽ സ്വർഗം ആ കുട്ടിക്ക് സ്വീകരിക്കണമെങ്കിൽ, ആ കുട്ടിക്ക് അത് അറിയണമെങ്കിൽ, നോക്കേണ്ട രീതിയിൽ, പരിപാലിക്കേണ്ട രീതിയിൽ, നെർച്ചർ ചെയ്യേണ്ട രീതിയിൽ നിങ്ങൾ ആ കുട്ടിയെ നെർച്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കാലിന്റെ അടിയിൽ സ്വർഗം കുട്ടിക്ക് കിട്ടും എന്നുള്ളതാ. അതല്ലെങ്കിൽ എന്റെ കാലിന്റെ അടിയിൽ എന്തോ ഒരു സാധനം ഉണ്ട്, ഞാൻ പറഞ്ഞത് നീ അത് കേട്ടാലേ എനിക്ക് ഇത് കിട്ടുള്ളൂ എന്നുള്ള രീതിയിലാണെങ്കിൽ അത് ഈഗോയാണ് എന്നുള്ളതാണ്. അപ്പോ തീർച്ചയായിട്ടും നിങ്ങള് ശരിക്കുള്ള ശമനം എന്ന് പറയുന്നത് നമ്മളുടെ ക്രിയേറ്റർ ആരാണോ ആ ക്രിയേറ്റർ പറഞ്ഞതുപോലെയുള്ള രീതിയിലൂടെ നമ്മൾ പാരന്റിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും അവിടെ ശമനം കിട്ടുന്നുള്ളതാണ്. അതാണല്ലോ പറയുന്നത്, അലാബിദിക്കിരില്ല ഇത്തത്ത മിന്നൽ കുറയൂബ്. തീർച്ചയായിട്ടും ദൈവത്തിന്റെ ആ ഒരു വഴിയിലോട്ട് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് മാത്രം മനുഷ്യന്മാർക്ക് കൃത്യമായിട്ടുള്ള ഒരു ശമനം അല്ലെങ്കിൽ ഒരു ശാന്തി കിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്.
അപ്പൊ ആ ശാന്തിയും സമാധാനവും അനുഭവിക്കണമെങ്കിൽ എപ്പോഴും നമ്മളൊരു കുട്ടിയായിരുന്നിട്ടും നമ്മൾക്കുള്ള തെറ്റുകളെ അക്സെപ്റ്റ് ചെയ്യാനും നമ്മളൊരു സോറി പറയാനും പാകപ്പെടുന്ന ഒരു പാരന്റ് ആയിട്ട് മാറുക എന്നുള്ളതാണ്. പിന്നെ ഞാൻ പറഞ്ഞു, ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാരന്റിങ് എന്ന് പറയുന്നത് ഒരു പെർഫെക്ഷൻ അല്ല, അല്ലെ? ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാരന്റിനല്ല അവർക്ക് വേണ്ടത്. അവർക്ക് ഒരു കണക്ഷൻ ഇല്ല. അവരോട് ബോൾഡായിട്ട് സംസാരിക്കുന്നതിന് പകരം അവരോട് കണക്ട് ചെയ്ത് അവരുടെ പ്രസൻസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സംസാരിക്കുന്ന ഒരു പാരന്റ്സിനെയാണ് അവർക്ക് ഇഷ്ടം എന്നുള്ളതാ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ട 4 രീതികൾ പറയുന്നുണ്ട്. ഒന്ന് പറയുന്നത്, അവർക്ക് നമ്മൾ ഒരു പ്രസൻസ് ഫസ്റ്റ് പറയുന്നത്. അവർക്ക് വേണ്ട സമയം എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് കുറച്ച് സമയമെങ്കിലും അവർക്ക് നമ്മളെ പ്രസൻസ് അവൈലബിൾ ആക്കി കൊടുക്കണം. ഒരു കുറച്ച് സമയം നിങ്ങൾ ഇരിക്കുന്നത് 2 10 5 മിനിറ്റ് ആണെങ്കിൽ കൂടി ആ ഇരിക്കുന്ന സമയം മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് അവരുടെ കൂടെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ള. പിന്നെ ലിസണിങ് ആണ്. അതായത് അവരെ കേൾക്കുന്നുണ്ട്. അവർ പറയുന്ന സങ്കടങ്ങളായിക്കോട്ടെ, അവർ പറയുന്ന നെഗറ്റീവ് ആയിക്കോട്ടെ, പോസിറ്റീവ് ആയിക്കോട്ടെ, എല്ലാത്തിനും ഒരു കേൾക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇരുന്ന് കൊടുക്കണം. മനുഷ്യന് ഉണ്ടാവേണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റി തന്നെയാണ് ലിസണിങ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു കുട്ടി ഇന്നലെ സ്കൂളിൽ പോയി വന്നപ്പോ എന്തൊക്കെയോ കുറേ കഥകൾ നമ്മൾ പറഞ്ഞു, അല്ലെ? പ്രത്യേകിച്ച് 3 4 2 ഒക്കെ സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ടാവും ഈവനിങ്ങിൽ. ഇങ്ങനെ ഈ കഥകൾ പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് നമ്മൾ അതിലോട്ടൊന്നും ശ്രദ്ധ കൊടുക്കാതെ, നീ മതി നിർത്തിക്കാളെ, നീ ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കി അവിടോട്ടല്ലേ പോയി നിന്റെ സ്റ്റോറി ഇപ്പൊ എത്തുക, അല്ലെങ്കിൽ ഇന്നലെ കഴിഞ്ഞത് തന്നെയല്ലേ ഇന്നിപ്പോ നീയും പറയുന്നത് എന്നുള്ള രീതിയിൽ ആ കുട്ടീനെ തളർത്തി കളയുന്നതിന് പകരം ജസ്റ്റ് ഒന്ന് കേട്ടു കൊടുക്കുക. നിങ്ങൾ ഒരു 5 10 മിനിറ്റ് കേട്ടു കൊടുത്താൽ മതി. എന്റെ ഉമ്മ കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്റെ ഉപ്പ കേൾക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു ഫീലിംഗ് കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്നതും കേൾക്കാൻ വേണ്ടിയിട്ട് പാകപ്പെടുന്ന രീതിയിൽ അവർ എത്തും എന്നുള്ളതാണ്. പിന്നെ ഒരു സെക്യൂരിറ്റി. അതായത് എല്ലാത്തിനും പോയിട്ട് റെസ്ട്രിക്ട് ചെയ്ത് എല്ലാത്തിനും അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി അവരെ ഭയപ്പെടുത്തുന്നതിന് പകരം അവര് എവിടെ വീണ് പോയാലും എവിടെ പതർന്നു പോയാലും അവർക്ക് നിങ്ങളുടെ ഉള്ളിൽ ഒരു വിശ്വാസം ഉണ്ടാക്കിയിട്ട് നിങ്ങളാണ് അവരുടെ സെക്യൂരിറ്റി എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള. അതിന് വേണ്ടത് ആദ്യം തന്നെ തല്ലാൻ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നഷ്ടപ്പെടുത്തും. കാരണം അവർക്ക് മിസ്റ്റേക്ക് പറ്റിയാൽ അവരത് നമ്മളോട് വന്ന് പറയില്ല. കാരണം പേടിയായിരിക്കും എന്നുള്ള. അവർ പോയി പറയുന്ന അവരുടെ ഫ്രണ്ട് സർക്കിളിലൊക്കെ ആയിരിക്കും എന്നുള്ളതാണ്. പിന്നെ വേണ്ടത് ഇമോഷണൽ വാലിഡേഷൻ ആണ്. അതായത് അവര് പല സമയത്തും പല ഇമോഷനും പ്രകടിപ്പിക്കുന്ന സമയത്ത് എന്തിനാ ഇപ്പൊ ഒരു കള്ളക്കരച്ചിൽ കരയുന്നത്? അതിനൊക്കെ ഇതിന് മാത്രം കരയാനുണ്ടോ? പ്രത്യേകിച്ച് കുഞ്ഞു മക്കൾ കരയുന്ന സമയത്ത് അവരെന്തെങ്കിലും പറയുന്ന സമയത്ത് നമുക്ക് ഈവൻ കഴിയാത്തതാണെങ്കിലും അവരുടെ ഇമോഷൻസ് ആണെങ്കിലും എന്തായിക്കോട്ടെ, നീ കരയുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായിട്ടുണ്ട്, അത് സാരല്ല, പോട്ടൊക്കെ സ്വാഭാവികമാണ് എന്നുള്ളൊരു തിരുത്തലോട് പോസിറ്റീവ് സെന്റൻസ് ആക്കിയിട്ട് നിങ്ങൾ അവരിലോട്ട് പറയുകയാണെങ്കിൽ ഇമോഷൻസ് സ്വാഭാവികമാണെന്നുള്ളതും അതിനെ വേണ്ട രീതിയിൽ കീപ്പ് ചെയ്യണം എന്നുള്ളതും വേണ്ട രീതിയിൽ അതിനെ ഒഴിവാക്കണം എന്നുള്ളത് അവർ പഠിക്കുന്നുള്ളത്. പക്ഷെ അതേ സമയം ഒരു കുട്ടി കരച്ചിൽ തുടങ്ങുമ്പോൾ തന്നെ ഈ തുടങ്ങുണ്ടാവള്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ അവരുടെ ഇമോഷനെ വാല്യൂ ചെയ്യാതെ, ഇവൻ അവരുടെ സന്തോഷം ആയിക്കോട്ടെ എന്ത് കാര്യത്തിലും നിങ്ങൾ വാല്യൂ ചെയ്യാതെ, ഒരു വാലിഡേഷൻ കൊടുക്കാതെ, അവർക്ക് വേണ്ട റെസ്പെക്ട് കൊടുക്കാതിരുന്നാൽ നിങ്ങൾക്കും ഭാവിയിൽ ഒരു ഇമോഷൻ വരുമോ വരാതിരിക്കുമോ ഒന്നും നമുക്കറിയില്ല. ആ സമയത്തും അവരെന്ത് ചെയ്യും? നമ്മളെ തട്ടിക്കളയും എന്നുള്ളതാണ്. കാരണം നമ്മൾക്ക് നാളെ ഏജ് ആവും, അങ്ങനെയാവും, ഇങ്ങനെ എല്ലാ കാര്യങ്ങളുണ്ടാവും. പക്ഷെ ആ സമയത്തൊക്കെ നമ്മൾക്കും നമ്മളുടെ ഇമോഷൻസും അവര് ഒരു റെസ്പെക്ട് തരുന്നുണ്ടെങ്കിൽ, നമ്മളെ പരിഗണിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ആ പേരൻസിന്റെ കുട്ടികൾക്ക് അവര് ആ ചെറുപ്പത്തിലെ ഒരുപാട് റെസ്പെക്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും എന്നുള്ളതാണ്. അപ്പോ ഓരോ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്ന സമയം വെറുതെ സംസാരിക്കുന്നതിന് പകരം ഞാൻ എന്താ പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ളൊരു ബോധത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ സംസാരിക്കാൻ നോക്കുക എന്നുള്ളതാണ്. അവർക്കുണ്ടായിരുന്ന വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം തുറന്നു പറയണമെങ്കിൽ അവർക്ക് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു ബോണ്ട് ഉണ്ട്. ആ ബോണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളും രക്ഷപ്പെടും, മക്കളും രക്ഷപ്പെടും, നിങ്ങളുടെ പാരന്റിങ് രക്ഷപ്പെടും എന്നുള്ളതാണ്. പിന്നെ പറയുന്നത്, നമ്മൾ ഈ അടിക്കല് വെറുതെ പോയിട്ട് എല്ലാ കാര്യത്തിനും ഒരു കുട്ടീനെ അടിക്കാൻ പാടില്ല. അതൊക്കെ നമുക്ക് അടിക്കാൻ പാടില്ല എന്നൊക്കെ അറിയാം. പക്ഷെ എന്നിട്ടും നിങ്ങൾ കൺട്രോൾ ചെയ്തിട്ടും നിങ്ങൾക്ക് അടി വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള കിടക്കുന്ന വൂണ്ടുകളൊക്കെ ആയിരിക്കും. അൺവാണ്ടഡ് വൂണ്ടുകളൊക്കെ, മുറിവുകളൊക്കെ ഉള്ളിൽ കിടക്കുന്ന സമയത്ത് വേണ്ടാത്ത തരത്തിലുള്ള എല്ലാ നെഗറ്റീവുകളും പുറത്തു വരും. പക്ഷെ നിങ്ങൾ മാക്സിമം നിങ്ങൾ അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കണം. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയണെങ്കിൽ നമ്മളെ മതത്തിൽ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് നമ്മളെ നിസ്കാരം എന്ന് പറയുന്നത്. ഈ നിസ്കാരം പോലും 7 വയസ്സാവുമ്പോൾ കൽപ്പിച്ചു തുടങ്ങാനാ പറഞ്ഞത്. 10 വയസ്സിന് ശേഷമാണ് അടിക്കാൻ പറഞ്ഞത്. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു 3 വയസ്സ് ഗ്യാപ്പ് വരുന്നുണ്ട്.
അല്ലെ? ഈ 3 വർഷക്കാലം പാരന്റ്സിനോട് പറയേണ്ട രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് അവരോട് ദൈവം സ്നേഹമാണെന്നും നിസ്കരിച്ചാൽ എന്താണെന്നുള്ളതിന്റെ നന്മകളും ബോധ്യപ്പെടുത്തി കൊണ്ടിട്ട് അവരെ ഒന്ന് നല്ല രീതിയിൽ ട്രാക്കിൽ കയറ്റാനാണ് ഈ 3 വർഷം തന്നിട്ടുള്ളത്. പക്ഷെ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് നമ്മൾ ഹോൾഡ് ചെയ്യേണ്ട ഇത്രയും നല്ലൊരു കർമ്മത്തിന് പോലും 3 വർഷം സമയം നമ്മൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ദേഷ്യം പ്രകടിപ്പിക്കുന്ന സമയത്തും നമ്മൾ അവരെ അടിക്കുന്ന സമയത്തൊക്കെ നമ്മൾ 3 വർഷം ഗ്യാപ്പ് എടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ 3 വർഷം നമ്മൾ കൺട്രോൾ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ 3 വർഷം അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടോ? നമ്മൾ പറയാറുള്ളത് ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, 4 തവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ട് നിനക്ക് കേൾക്കാൻ വയ്യലേ എന്നുള്ള രീതിയിൽ അവരടിക്കുക. പക്ഷെ ഏറ്റവും മനുഷ്യന് ഹോൾഡ് ചെയ്യേണ്ട, നമ്മൾ വിശ്വസിക്കുന്ന കാര്യത്തിൽ ഹോൾഡ് ചെയ്യേണ്ട ആ ഒരു കർമ്മത്തിന് പോലും 3 വർഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പല അടികളും പല കാര്യങ്ങളും പല കുറ്റപ്പെടുത്തലും ഇതിനൊക്കെ 3 വർഷം നമ്മൾ കൊടുക്കുന്നുണ്ടോ? നമ്മൾ എത്ര തിന്മകളാ ചെയ്യുന്നത്? നമ്മൾ ആരോടൊക്കെ ഫോർഗീവ്നെസ് ചോദിക്കണം അല്ല? അപ്പൊ ആദ്യം മക്കളോട് ആദ്യം നമ്മൾ സോറി പറയണം എന്നുള്ളതാ. ഇങ്ങനെ സോറി പറയുന്ന ഒരു മനോഭാവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സംഭവിച്ചു പോയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇനിയും ഓക്കെ ആക്കിയിട്ട് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഞാൻ അങ്ങനെ ആയല്ലോ എന്ന് പറഞ്ഞ് റിഗ്രറ്റ് അടിക്കാതെ നിങ്ങൾ ഒരു അവയർനെസ് ഇപ്പൊ കിട്ടിയിട്ടുണ്ട് അല്ലെ? ഒരു അവയർനെസ് കിട്ടിക്കഴിഞ്ഞാലാണ് മനുഷ്യന് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുക. അപ്പൊ ആ അവയർനെസ്സിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഇന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ നിങ്ങളുടെ പാരന്റിങ്ങിൽ ഒന്ന് കൊണ്ടുവരിക, അല്ലെങ്കിൽ നിങ്ങൾ അത് ആ ഒരു ഭാഗത്ത് അതൊന്ന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇന്ന് ഇത്രയാണ് എടുക്കുന്നത്. എനിവേ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഇൻഷാല്ല നാളെയും മറ്റന്നാളും സെഷൻ ഉണ്ട്. മറ്റു 2 ഫാക്കൽറ്റീസ് ആവും ക്ലാസ് എടുക്കുന്നുണ്ടാവുക. മറ്റു 2 ടോപ്പിക്കും ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. സോ നാളെ 3 മണി തന്നെയാണ് ഉണ്ടാവുക. നിങ്ങൾ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്കുകൾ ഷെയർ ചെയ്യാം? ഇനി വേണം ആർക്കൊന്നും പറയാനില്ല? ആരെങ്കിലും മൈക്ക് ഓപ്പൺ ആക്കി സംസാരിക്കൂ. ഞാൻ ഒരു മിനിറ്റ്. ഓക്കെ, പറഞ്ഞോളൂ. അസ്സലാമലൈക്കും. നല്ല സെഷൻ ആയിരുന്നു. ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത പോയിന്റ്, നമ്മൾ ഒരുപാട് അപ്ഡേറ്റ് ആവും, എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ പാരന്റിങ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് ശരിക്കും ഒരു സ്ട്രൈക്കിംഗ് പോയിന്റ് ആയി. താങ്ക് യു സോ മച്ച്. ശരിക്കും ശരിയാണ്, നമ്മൾ എപ്പോഴും പറയാം എന്താ പറയാ, അത് ഭയങ്കരമായിട്ട്. എനിക്ക് 4 പേരാണ്. അപ്പൊ എന്റെ മൂത്താള് 30 years ആയി, ചെറിയ ആൾക്ക് 8 വയസ്സേ ഉള്ളൂ. അവന്റെ സമയം എത്തിയപ്പോഴാണ് എനിക്ക് സത്യം ഈ പാരന്റിങ് എന്താണെന്ന് അറിയാനുള്ള ഒരു കൗതുകമൊക്കെ തോന്നിയത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റയർലി ഡിഫറെന്റ് ആണ്. കാരണം അവരിൽ ഒരുപാട് മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ട്. അപ്പോ ശരിക്ക് മനസ്സിലാവുന്നുണ്ട് ലൈഫില്, പക്ഷെ അതിന്റെ ഈ കാര്യങ്ങൾ അറിയില്ലെങ്കിലും കൂടിയിട്ട്. അപ്പോ അതെനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയി തോന്നി. അതുപോലെ തന്നെ ഇന്നത്തെ കുട്ടികൾക്ക്, എന്റെ 3ാമത്തെ ആൾക്കൊക്കെ ശരിക്കും ഭയങ്കര അവയർനെസ് ആണ്. എന്താണ് പാരന്റിങ്, എങ്ങനെയാണ് പാരന്റിങ്, എന്തായിരിക്കണം പാരന്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് പറയും. ഓരോ തിയറീസ് വെച്ചിട്ട്, ഇപ്പൊ റെഡ് കാർ തിയറി അങ്ങനെ ഇപ്പൊ മാം എന്ന് പറഞ്ഞല്ലോ ഓരോ കാര്യങ്ങൾ, അതൊക്കെ അവൻ എൻ്റെ അടുത്ത്. അപ്പൊ എനിക്ക് മനസ്സിലായി, ശരിയാണ്, അവര് നമ്മളെക്കാൾ ഒരുപാട് മുന്നിലാണ്. അപ്പൊ നമ്മളാണ് ബാക്കിൽ നിന്നിട്ട് അവരെ എന്താ മുന്നിലേക്കുള്ള ജീവിതത്തിലേക്ക് ബാക്കിൽ നിന്ന് കൊടുക്കുക എന്നുള്ളത്. അപ്പൊ നന്നായിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. വെയിറ്റിംഗ് ഫോർ അതർ സെഷൻസ് ടു. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ഫീഡ്ബാക്ക് ആണ് നമുക്ക് കിട്ടുന്ന പ്രചോദനം. നിങ്ങൾ ഫീഡ്ബാക്ക് ഷെയർ ചെയ്യുക. അതേപോലെ ഇപ്പൊ ഇവിടെ മാം പറഞ്ഞു, അവിടെ നിങ്ങളൊരു ശിഷ്യയായിട്ട് ഇരുന്ന് കൊടുക്കുക. ഗുരു അവരെ ആയിക്കോട്ടെ, പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്ന സമയത്ത് അവര് ഗുരു ആക്കിയിട്ട് നമ്മൾ ശിഷ്യനായിട്ടൊന്ന് ഇരുന്ന് കൊടുക്കുക. മനോഹരമായിരിക്കും. പല കാര്യങ്ങളും നമുക്ക് അവരിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യാനും പല കാര്യങ്ങളും പഠിക്കാനും പറ്റും. എല്ലാപ്പോഴും നമ്മളൊരു റൂൾ എടുത്തിട്ട് ചടക്കും മടുക്കും ഒന്നും വേണ്ടല്ലോ, മാറി നോക്കുക. അതെ, ഇമോഷണൽ വാലിഡേഷൻ എന്ന് പറഞ്ഞ സംഭവം ശരിക്കും വേണം അല്ലെ? നമ്മളുടെ അവരുടെ ഓരോ സ്റ്റേജസും ശരിക്കും അവരുടെ ഇമോഷൻസും. അതെ അതെ അതെ, അതിന്റെ വാല്യൂ അതും എല്ലാം സ്ട്രൈക്കിംഗ് ആയിരുന്നു. എന്നാലും പെട്ടെന്ന് ഇവൻ വലിയ മക്കളായിട്ടുണ്ടെങ്കിൽ പോലും അവര് ചില സമയത്ത് എന്തെങ്കിലും അപ്പൊ ജസ്റ്റ് ഒരു തമാശക്ക് പറയും, ഇന്നൊക്കെ നന്നായിട്ട് അടിച്ചാണല്ലോ വളർത്തിയത്, ഇപ്പൊ അവരൊന്നും അങ്ങനെയല്ല, അവരൊക്കെ നല്ല താലോലിക്കാണല്ലോ, ഇങ്ങനെ ഒരു ടോക്കെങ്കിലും ചിലപ്പം പ്രത്യേകിച്ച് ഒരു 90 കിഡ്സ് ഒക്കെ പറയാൻ ചാൻസ് ഉള്ള ഒരു സെന്റൻസ് ആണിത്.
അല്ലെ? നമുക്ക് അതെ ഇതിന്റെ അതെ താഴെ അതെ. മക്കളൊക്കെ ഉണ്ടെങ്കിൽ, പക്ഷെ അവർക്ക് പോലും നമ്മൾ പാരന്റ്സിൽ ഹീലിംഗ് സംഭവിച്ചു കഴിഞ്ഞാല്, നമ്മൾ പാരന്റ്സ് അവയർനായി കഴിഞ്ഞാല് അവർക്ക് ഇപ്പോഴും റിസൾട്ട് കിട്ടും. കാരണം പാരന്റ്സ് എപ്പോഴും ഒരു എനർജി സോഴ്സാ. അത് എത്ര മക്കൾ എത്ര വയസ്സായി, കുട്ടി എന്നുള്ള റോൾ ഒരിക്കലും അവരും നിങ്ങളും തമ്മിൽ ആ ഒരു ജന്മം ഇവിടെ മരിച്ചു പോകുന്നതിന് മുന്നേ ഒരിക്കലും ആ പാരന്റ് കുട്ടി എന്നുള്ള റോൾ ഇവിടുന്ന് പോകൂല. അവർക്ക് എത്ര വയസ്സായി കഴിഞ്ഞാലും നിങ്ങൾ അവരുടെ പാരന്റാണ്, അവർക്ക് എത്ര ഏജ് ആയി കഴിഞ്ഞാലും അവര് നിങ്ങളുടെ കുട്ടിയാണ്. ഒരു പാരന്റിൽ മാറ്റം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഏജ് എത്ര ആയാലും റിസൾട്ട് വരാൻ തുടങ്ങും. അത് ചിലപ്പം താങ്ക് പ്രൊഫഷണലി റിസൾട്ട് ഉണ്ടാവും, അവരുടെ ഫിനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാവും, റിലേഷൻഷിപ്പ് ഗ്രോത്ത് ഉണ്ടാവും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരും എന്നുള്ളതാണ്. യു. ആ, ഇതാണ്. ഇൻഷാല്ലാ. ആ. താങ്ക് യു. നമ്മളിപ്പോ ഇതിപ്പോ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന പാരന്റിങ് അതും ശരിക്ക് ഒരു ഭയങ്കര ഇതാണ് അതെ, അല്ലേ? അവരുടെ സോഷ്യൽ സ്കൂള്, പാരന്റിങ്. സോഷ്യൽ പാരന്റിങ്, അതൊക്കെ നമ്മളുടെ അവയർനെസ് കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റും എന്നാണ് പറയുന്നത്. അതായത് ഇപ്പൊ സോഷ്യൽ പാരന്റിങ് മെയിൻ ആയിട്ട് പറയുമ്പോൾ സ്കൂളിൽ പോകുന്ന ഒരു കുട്ടി നമ്മുടെ വീട്ടില് ഉം, മോശമായിട്ട് പെരുമാറുന്ന എന്തെങ്കിലും ഒരു ടോക്ക്, അല്ലെങ്കിൽ മോശമായിട്ട് ഉം, പെരുമാറുന്ന എന്തെങ്കിലും ഒരു വാക്ക്, ഇപ്പൊ നമ്മൾ ദേഷ്യം പിടിക്കുന്ന സമയത്ത് മക്കളോട് എന്തെല്ലാം പറഞ്ഞു പോകും. ഇതൊക്കെ ചിലപ്പം ഒരു കുട്ടി എന്നുള്ള രീതിയിൽ ആ കുട്ടീന്റെ ക്ലാസ്സിൽ പോയിട്ട് ഒപ്പമുള്ള ഫ്രണ്ട്സിനെ ആ ഒരു പേര് വിളിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആലോചിച്ച് ഉം, നോക്കുക, ഒരു ക്ലാസ്സിൽ 40 കുട്ടികളുണ്ടെങ്കിൽ 40 കുട്ടികൾക്കും കിട്ടുന്ന വ്യത്യസ്ത ക്യാരക്ടറും, ഇങ്ങനെ ഈ 40 കുട്ടികളും വീട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു വേർഡ് ആയിട്ട് വന്നാൽ എന്താവും അവസ്ഥ? അപ്പൊ നമ്മൾ പാരന്റ്സ് പറയുന്നതാണ്, ഒരു 3-3.5 വയസ്സ് വരെ എന്റെ കുട്ടി നല്ല കുട്ടിയായിരുന്നു, വായിൽ വിരലിട്ടാ പോലും കടിക്കാത്ത കുട്ടിയായിരുന്നു, ഇപ്പൊ സ്കൂളിലൊക്കെ ചേർത്തപ്പോ എന്റെ കുട്ടി ആകെ മാറിപ്പോയി, ആകെ മോശമായി പോയി എന്ന് പറയും. കാരണം ഇതാണ്, ഒരു കളക്റ്റീവ് ഓഫ് കോൺഷ്യസിന്റെ കൂടെ പ്രവർത്തിക്കുക. അപ്പൊ ഒപ്പമുള്ളതിന്റെ ഒരുപാട് റിസൾട്ട് കിട്ടിക്കണം. പക്ഷെ അതേ സമയം ക്ലാസ്സിലെ ടീച്ചർ ബെസ്റ്റ് ആണെങ്കിൽ അതിനൊരു പരിധി വരെ തടയാനും പറ്റും. കാരണം ടീച്ചർ എന്ന് പറയുന്ന ഒരു സെക്കൻഡ് പാരന്റ് ആണ്. അപ്പൊ അങ്ങനെ സൊസൈറ്റിയിൽ ഒരുപാട് കാര്യങ്ങൾ വളരും. കാരണം കുട്ടികൾ കണ്ടുപഠിക്കുന്നതും, കാരണം കുട്ടികൾക്ക് അറിയില്ല, കാരണം കുട്ടികളെ നർച്ചർ ചെയ്യുന്ന പാരന്റ്സിനും അറിയില്ല അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല, സ്കൂളുകളിൽ പോയിട്ട് ഇത് സ്പ്രെഡ് ആവും. സ്കൂളുകൾ എന്നല്ല, ഇവൻ നമ്മൾ തന്നെ കളക്റ്റീവായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ പല എനർജീസുകളും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യും. അല്ലെ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളെ വീട്ടില് അയൽപ്പക്കത്തെ ഒരു കുട്ടി നമ്മളുടെ കുട്ടിയുടെ കൂടെ കളിക്കാൻ വന്നു. അപ്പൊ അവരിങ്ങനെ മുറ്റത്ത് കളിക്കുന്ന സമയത്ത് അവർക്ക് കൊണ്ടുപോയിട്ട് നിങ്ങളൊരു ജ്യൂസ് ഒക്കെ കൊണ്ടുപോയിട്ട് ഉണ്ടാക്കി കൊടുക്കണം. നിങ്ങൾ ജ്യൂസ് ഉണ്ടാക്കി അവർക്ക് ക്ലാസ്സിൽ ഒഴിച്ചു കൊടുത്തു. നല്ല പൊട്ടുന്ന കുപ്പിയുടെ ഗ്ലാസ്സിലാണ് നിങ്ങൾ ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുത്തത്. ഈ ഗ്ലാസ്സിൽ ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുത്ത സമയത്ത് നിങ്ങളെ കുട്ടീന്റെ കയ്യിൽ നിന്ന് ആ ജ്യൂസിന്റെ ഗ്ലാസ് നിലത്ത് വീണ് പൊട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാവും നമ്മൾ പ്രതികരിക്കുക? എന്താ അത് മര്യാദക്ക് പിടിച്ചൂലേ? അല്ലെങ്കിൽ നിനക്ക് ഞാൻ അതിൽ തരണ്ടാന്ന് വിചാരിച്ചതായിരുന്നു, ഞാൻ പിന്നെ അവനക്ക് കൊടുത്തപ്പോൾ എനിക്കും അതിൽ തന്നതാ. ഇങ്ങനെയുള്ള ആ തൊട്ടടുത്തുള്ള കുട്ടീന്റെ മുന്നിൽ നിർത്തിയിട്ട് നിങ്ങൾ കുട്ടീനെ ഒരുപാട് ശകാരിക്കും. പക്ഷെ അതേ സമയം പിറ്റേ ദിവസം കുട്ടി വീണ്ടും കളിക്കാൻ വന്നു, കുട്ടിക്ക് നിങ്ങൾ ചായ കൊടുത്തു. ആ കുട്ടിയുടെ അയൽപ്പക്കത്തെ കുട്ടിയുടെ കയ്യിൽ നിന്നാണ് ഗ്ലാസ് പൊട്ടിയത് എങ്കിൽ നിങ്ങൾ എന്താ പറയാ? സാരമില്ല, ഞാൻ റെഡി സാറില്ല. ആക്കിക്കോളാം, റെഡി ആക്കിക്കോളാം, അതൊന്നും കുഴപ്പമില്ല, ഈ കരയണ്ട, നിന്റെ ഉമ്മനോട് ഞാൻ അതൊന്നും പറയൂല എന്നുള്ള രീതിയിൽ എത്രത്തോളം ആ കുട്ടീനെ സപ്പോർട്ട് ആക്കാൻ പറ്റുമോ അത് നമ്മളുടെ കുട്ടിയുടെ മുന്നിൽ നിർത്തിയിട്ട് നമ്മൾ സംസാരിക്കുന്നുള്ളതാ. അപ്പൊ എന്തുകൊണ്ട് നമ്മളെ കുട്ടിക്ക് ആ ഒരു സംഭവം കൊടുത്തുകൂടാ? അത്തരം ആ ഒരു നമ്മൾ കൊടുക്കുന്ന ഒരു വാല്യൂ ഉണ്ടല്ലോ, ഒരു റെസ്പെക്ട് ഉണ്ടല്ലോ. ഒരു ഗ്ലാസ് അല്ലേ പൊട്ടിയിട്ടുള്ളൂ, പക്ഷെ നിങ്ങൾ പറഞ്ഞ വാക്കുകൊണ്ട് ആ കുട്ടിന്റെ ജീവിതകാലം മൊത്തത്തില്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ജീവിതം മുഴുവൻ മനസ്സ് പൊട്ടിയിട്ടുണ്ടാവും എന്നുള്ളതാ, അല്ലെങ്കിൽ ആ ഹൃദയം പൊട്ടിയിട്ടുണ്ടാവുന്നില്ല. നമ്മൾ അറിയൂല കുഞ്ഞുനാളിൽ കൊടുക്കുന്ന ഓരോ വാക്കിനും അത്ര പവിത്രത ഉണ്ട് എന്നുള്ളത്. അപ്പോ എന്നിട്ട് പിന്നെ ഈ അടുത്തുള്ള കുട്ടി, അയൽപ്പക്കത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ നൈബേഴ്സിലെ ഈ കുട്ടി പറയുന്നത്, എനിക്ക് അവന്റെ ഉമ്മാനെ മതി, അവന്റെ ഉമ്മ നല്ല ബെസ്റ്റ് ആണെന്ന് പറയും. കാരണം അവന്റെ വീട്ടിലെ ഉമ്മയും പറയുന്നുണ്ടാവുക ഇതേ വാക്കായിരിക്കും. അല്ലെ? അപ്പൊ കുട്ടികൾക്ക് തമ്മിലെ ചർച്ച ആവുകയാണ് എന്ത്? എന്റെ ഉമ്മ നല്ലതല്ല, എന്റെ ഉമ്മ നല്ലതല്ല എന്നുള്ളത്. അതേപോലെ നിങ്ങള് ഹസ്ബൻഡ് ആൻഡ് വൈഫ് കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് ഒരിക്കലും ഒരു കാരണവശാലും ഉറങ്ങിക്കിടക്കുന്ന, സംസാരിക്കാൻ അറിയാത്ത, 1 വയസ്സ് 6 മാസം 1 മാസം പ്രായമുള്ള കുട്ടിയാണെങ്കിൽ കൂടി അവരുടെ മുന്നിൽ നിന്ന് തർക്കിക്കാൻ പാടില്ല. ഇതും അവർക്ക് കിട്ടും. കാരണം കുട്ടികൾ അതിൽ നിന്നും പഠിക്കുന്നത്, ഞാൻ ഇന്നേ വരെ വിചാരിച്ചിരുന്നു ഉപ്പന്റെ ഉമ്മന്റെ ആണ് എന്നുള്ളത്. ഉപ്പ അതാ ഉമ്മനെ കുറ്റം പറയുന്നു, അപ്പൊ ഞാനിപ്പോ ആരുതാവാ? ഉമ്മ അതാ ഉപ്പനെ പറ്റി പറയുന്നു, പിന്നെ ഞാൻ ആരുടെ കുട്ടിയാവാ എന്നുള്ള റിയലൈസേഷൻ കുട്ടികൾക്ക് ആ കുഞ്ഞുനാളിലെ വന്നു തുടങ്ങുന്നുള്ളത്. അപ്പൊ സപ്പോർട്ടിങ് എന്ന് പറഞ്ഞാല്, ആ അയൽപ്പക്കത്തുള്ള കുട്ടീന്റെ ക്ലാസ് പൊട്ടിയപ്പോ നമ്മൾ അവനെ വഴക്ക് പറഞ്ഞില്ല, അല്ലെ? അപ്പൊ ഒരു സമയം നിങ്ങൾ എപ്പോഴെങ്കിലും ആഴ്ചയിൽ, മാസത്തിൽ ഒരു ദിവസങ്ങളിൽ നിങ്ങൾ നിങ്ങളെ കുട്ടികളെ ഒരു ഗസ്റ്റിന്റെ രീതിയിൽ ഒന്ന് പരിഗണിച്ചു നോക്കാം. ആ പരിഗണനയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും എന്നുള്ളതാണ്.
നമ്മളെങ്ങനെ ഒരു ഗസ്റ്റിനെ സ്വീകരിക്കാം? നമ്മളെ വീട്ടിലൊരു ഗസ്റ്റ് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാ? അല്ലെ, അവർക്ക് വേണ്ട നല്ല ഫുഡ്, അവർ ഇനി ആ ഗസ്റ്റ് നമ്മളെ വീട്ടിൽ ഒന്ന് സ്റ്റേ ചെയ്യാന്ന് പറഞ്ഞാല് ബാത്റൂം ഒക്കെ കഴുകി നല്ല പുതപ്പും ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒരുക്കി നല്ല ഫുഡ് കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കും. കാരണം എന്തിനാ, നാളെ അവര് പോയിട്ട് അവരെ വീട്ടിൽ പോയിട്ട് പറയാണ് എന്ത്, ഈ ഉമ്മന്റെ വീട്ടിൽ പോയപ്പോ അല്ലെങ്കിൽ ഇത്താത്താന്റെ വീട്ടിൽ പോയപ്പോ അവര് നന്നായിട്ട് സ്വീകരിച്ചിരുന്നു, അവരുടെ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന രീതിയിലൊക്കെ പറയും. അല്ലെ, ഇത് പറയുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയാ ഒരു അപ്രീസിയേഷൻ ആണത്. അത് കിട്ടുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട്. പക്ഷെ ഇതേപോലെ തന്നെ ഒരു ഗസ്റ്റ് ആയിട്ട് പടച്ചു വിട്ടതാണ് അല്ലെങ്കിൽ ഗസ്റ്റ് ആയിട്ട് തന്നതാണ് നമ്മളെ മക്കളെ. അപ്പൊ ആ ഗസ്റ്റിനെ എത്ര പവിത്രതയോട് കൂടിയിട്ട് നിങ്ങൾ നോക്കുന്നോ, അത് നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങൾക്കും അവരിൽ നിന്ന് തിരിച്ചു കിട്ടും. അത് മാത്രമല്ല, സൃഷ്ടാവിൽ നിന്നും അതിന്റെ പ്ലസ് ആയിട്ട് ഒരുപാട് അബണ്ടൻസ് നിങ്ങൾക്ക് കിട്ടുന്നുള്ളതാണ്. ഓക്കെ. ഓക്കെ ഓക്കെ. ഇതുകൊണ്ട് തന്നെയാണ് അല്ലെ ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മളെ മക്കളെ നമ്മളിൽ നിന്ന് മാറ്റി കെടുത്തണം എന്ന് പറയുന്നതും അതുകൊണ്ടാണ് അല്ലെ? ശരിക്ക് ആ ഉറക്കത്തിൽ ആ അവർക്ക് കിട്ടുന്ന ആ ആ ഒരു ഇതുകൊണ്ടാണോ? അതെ അതെ. അതിന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ റിലേഷൻഷിപ്പിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പിലൊക്കെ ഏർപ്പെടുന്ന സമയത്ത് അതിനൊക്കെ പറ്റിയിട്ട് ഉം. സുൽപത്മ ഇന്നർ ചൈൽഡിന്റെ സെഷന് വരുന്നുണ്ട് മറ്റന്നാൾ. അതിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസും വരും കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു. ഓക്കെ. അനദർ ഇൻവൺ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും? ജസാക്കല്ലാ ഖൈർ. നല്ല ഇൻഫർമേഷൻ ആയിരുന്നേ, നല്ല സെഷൻ ആയിരുന്നു. ഒരു ഫ്ലോയില് നല്ലൊരു ഫ്ലോയിൽ അങ്ങനെ പോയി ഇരുന്ന് കേട്ടു. താങ്ക് യു സോ താങ്ക് യു മച്ച്. സോ മച്ച്. ഇനി ആരെങ്കിലും? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി നിങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ ടെസ്റ്റ് ആയിട്ടോ വോയിസ് ആയിട്ടോ നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ ഷെയർ ചെയ്യാം. പറയൂ, ആരാണ് ഹലോ പറഞ്ഞ? എന്തായിരുന്നു പറയാനുള്ളത്? ഇഷാക്ക്. എന്തായിരുന്നു? മൈക്ക് ഓപ്പൺ ആക്കാനാണോ? ഓപ്പൺ ആക്കി തരാം. ഓപ്പൺ ആക്കി നോക്കൂ, മൈക്ക് ഓപ്പൺ ചെയ്യും. ഹലോ, അസ്സലാമു അലൈക്കും മാം. വാലൈക്കും അസ്സലാം. ഇപ്പം നമ്മൾ ചെറുപ്പത്തില് നമ്മളേന്ന് ഇപ്പൊ വഴക്ക് പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമ്പോഴുള്ള ആ ഒരു മുറിവ് അവരേൽ ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ അതെ മാം. അതെ, അപ്പൊ അതിന് നമുക്ക് എങ്ങനെ ഹീൽ ചെയ്യാൻ പറ്റുമോ? പറ്റും. അത് എങ്ങനെയാന്ന് പിന്നെ ഞാൻ പറഞ്ഞുതരാമോ? പറഞ്ഞല്ലോ, ഒരിക്കലും പാരന്റ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് അല്ല. നമ്മൾക്ക് തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാല് തെറ്റെല്ലാവർക്കും പറ്റും. നമ്മുടെ ലൈഫിലായാലും നമുക്ക് ഒരുപാട് തെറ്റ് പറ്റിയിട്ടുണ്ട്. ആ സമയത്ത് അവരോട് ഒരു സോറി പറയാനുള്ള ഒരു മനോഭാവം, അവരോട് ഫോർഗീവ് ചോദിക്കാനുള്ള ഒരു മനോഭാവം നമുക്ക് ഉണ്ടാക്കണം. സംഭവിച്ചു പോയ ഓക്കെ. തെറ്റിന്, പിന്നെ ഓൾറെഡി സംഭവിച്ചു പോയ തെറ്റിനാണെങ്കിൽ എങ്ങനെ മാറ്റം വ്യത്യാസം ഞാൻ പറഞ്ഞല്ലോ. നമ്മൾക്ക് ഇതൊക്കെ കിട്ടുന്നത് നിങ്ങൾക്ക് അവയർനെസ് ആണ്. ശരിക്കും നമ്മുടെ വർക്ക്ഷോപ്പ് തന്നെ ഉണ്ട്, 1 മന്തിന്റെ വർക്ക്ഷോപ്പ് ഉണ്ട്. അതിലൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് സെഷനും അതുപോലെ അതിന്റെ ടാസ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോ ദിവസം ഡെയിലി മെഡിറ്റേഷൻ അതുപോലെ കുട്ടികളുമായിട്ട് ചെയ്യുന്ന ഒരു ടാസ്ക് ഒക്കെ ഉണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ടാസ്കുകളായിരിക്കും. കുട്ടികളെ കിസ് ചെയ്യുക, അതുപോലെ അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുക. പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവയർനെസ്, നമുക്ക് കൂടുതൽ അറിവ് കിട്ടുന്ന സമയത്ത് നമ്മൾ ആ കുഞ്ഞു കുഞ്ഞു ടാസ്ക് ചെയ്യുമ്പോൾ നമ്മൾക്കും അവർക്കും നമ്മളൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യും. ഈ സമയത്ത് നിങ്ങൾക്ക് അതിൽ നിന്നും ബോണ്ടുകൾ ഒഴിവാക്കാൻ പറ്റും. ഓക്കെ. അതിപ്പോ കുറച്ച് നിങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറ്റാൻ പറ്റും. മുതിർന്ന കുട്ടികളാണെങ്കിലോ? പറ്റും. പറ്റും. അവർക്ക് ഇതേമാതിരി ഓരോന്നും നമ്മള് അത് ഓരോ സിറ്റുവേഷൻസ് ഉണ്ടാവുമ്പോ അതിനനുസരിച്ചിട്ട് പ്രവർത്തിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറയണേ അല്ലേ? അതെ. അപ്പൊ നിങ്ങൾ വർക്ക്ഷോപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു 1-to-1 കൺസൾട്ടേഷൻ തരും ആദ്യം. ആ കൺസൾട്ടേഷന് നിങ്ങളും ആ മകനും തമ്മിലുള്ള പ്രശ്നം എന്താണോ നോക്കിയിട്ടായിരിക്കും ടോട്ടലി നമ്മള് കസ്റ്റമൈസ് ചെയ്ത് ടാസ്കുകളൊക്കെ തരും. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ ഇൻഷാ അല്ലാ. ഇനി താങ്ക് യു മാം. ആരെങ്കിലും? ഓക്കെ, താങ്ക് യു. പിന്നെ ആരും ഇല്ലാന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഇൻഷാ അല്ലാ നാളെ 3 മണിക്ക് വീണ്ടും തീർച്ചയായിട്ടും കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.